ഒഴിഞ്ഞ പ്രദേശങ്ങളിലുമൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞ് കഴിച്ചു കൂട്ടുമ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് വന്ന് ഇവിടെ നടത്തുന്ന പ്രഭാഷണങ്ങളിൽ പ്രഭാഷകന്റെ നാവിലൂടെ വരുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അത് കേൾക്കണം, അത് മനസ്സിലാക്കണം, ജീവിതത്തിൽ ഉൾക്കൊള്ളണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നു ചേർന്ന ആളുകൾ, നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം, ഈ പ്രദേശം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ വലയം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം ആദ്യമായി അറിയിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് വെച്ച് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് മലക്കുകളുടെ പ്രാർത്ഥന. ഇവിടെ വന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മാലാഖമാർ, അള്ളാഹുവെ ഇവർക്ക് നീ പുറത്തു കൊടുക്കണമേ, ഇവരുടെ പദവികൾ നിന്റെ അരികിൽ നീ ഉയർത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു അനുഗ്രഹമായിക്കൊണ്ട് നമ്മൾ അത് കേൾക്കണം, അത് മനസ്സിലാക്കണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരുപാട് ആളുകൾ ഉള്ള ഈ പ്രദേശത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രം ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്നു ചേർന്നവർക്ക് ലഭിച്ച ഒരു വലിയ ഭാഗ്യമാണത് എന്നാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശം തീർത്തും തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു പ്രദേശമാണ് എന്നുള്ളത് നമുക്കേവർക്കും അറിയാം. ദീനിനെ സംബന്ധിച്ച് കൃത്യമായി പഠിപ്പിക്കുന്ന മതസ്ഥാപനങ്ങളുള്ള, എല്ലാ ആഴ്ചകളിലും കൃത്യമായി അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഖുതുബ പറയുന്ന പള്ളിയുള്ള, അവിടെ നിന്ന് മതപരമായ ഉപദേശങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തൗഹീദിൽ അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായ സത്യവിശ്വാസികളും വിശ്വാസിനികളും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതൊക്കെ മതിയോ, തികഞ്ഞോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നുവെങ്കിൽ അവിടെ നമുക്ക് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് എത്രമാത്രം കേട്ടാലും പറഞ്ഞാലും പഠിച്ചാലും മതിയാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഓരോ അധ്യായവും സൂറത്തുമൊക്കെ നമ്മൾ ധാരാളം പ്രാവശ്യം പാരായണം ചെയ്യുന്നതാണെങ്കിലും എത്രമാത്രം പ്രാവശ്യം നമ്മൾ അത് ഓതിയാലും ശരി, അത് ഓരോ സന്ദർഭത്തിൽ ഓതുമ്പോഴും അതിൻ്റെ ആശയം മനസ്സിലാക്കുമ്പോഴുമൊക്കെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 17 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിം തൻ്റെ നമസ്കാരത്തിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ നമസ്കാരത്തിൽ നമ്മുടെ സ്നേഹനിധിയായ റബ്ബുമായുള്ള സംസാരമാണ് ഞാൻ നടത്തുന്നത് എന്നുള്ള ഒരു ബോധത്തിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ ആ നമസ്കാരം അവനെ സംബന്ധിച്ചിടത്തോളം കൺകുളിർമയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ ആയിഷ ബീവിയോട് പറയാറുണ്ട്, അസ്സലാത്തു ഖുർറത്തു അയ്യുൻ ലി, നമസ്കാരം എനിക്ക് കൺകുളിർമയാണ്, കാരണം അത് റബ്ബുമായുള്ള സംസാരമാണ്. സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ നമസ്കരിക്കുമ്പോൾ ഒരുപാട് ചിന്തകളും ഓർമ്മകളും നമ്മൾ മറന്നുപോയ പല കാര്യങ്ങളുമൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസിന്റെ ആശയത്തിനനുസരിച്ച് ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ 10ൽ 1% മാത്രം പ്രതിഫലം ലഭിക്കുന്നവരുണ്ട്, 2% ലഭിക്കുന്നവരുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ദറജ കൂട്ടി പറഞ്ഞു 9 വരെ. 100% പ്രതിഫലം ലഭിക്കുന്നവരുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. നമുക്കറിയാം നമ്മുടെ നമസ്കാരത്തിന്റെ പരിധി എത്രയാണ്. നമ്മുടെ നമസ്കാരങ്ങളിൽ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ
ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലാത്ത തരത്തിലുള്ള ചിന്തകളും ഓർമ്മകളും ഒക്കെ കടന്നുകൂടിയ ഒരു നമസ്കാരമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എങ്കിൽ അത് റബ്ബിന്റെ അരികിൽ സ്വീകാര്യമാണോ അല്ലേ എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന നമസ്കാരം, അതിൽ വീഴ്ചകളുണ്ടെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ വിഷയങ്ങളിലും നമ്മൾ പരാജിതരായി പോകും. ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഒരു അല്പം ഇഖ്ലാസ് നമ്മൾ കാണിക്കണം എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന, പഠിക്കുന്ന, മനസ്സിലാക്കുന്ന മതത്തിന്റെ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്ര കുറച്ചാണെങ്കിലും ശരി, നമ്മളാൽ കഴിയുന്നത് അതിന്റെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായും റബ്ബിന്റെ അരികിൽ അത് സ്വീകാര്യത ഉണ്ടാവും എന്നുള്ളത് ഒരു പച്ചയായ പരമാർത്ഥമാണ്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായി അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് തൗഹീദ് തന്നെയാണ്. തന്റെ പ്രാർത്ഥനകളിൽ, തന്റെ ആരാധനകളിൽ, മനുഷ്യ കഴിവിന്റെ അപ്പുറമുള്ള ഏതൊരു വിഷയങ്ങളിലാണെങ്കിലും അവന്റെ സഹായം ചോദിക്കാനുള്ളത് എന്റെ റബ്ബിനോടാണെന്നുള്ള അടിയുറച്ച വിശ്വാസം, ആ ഒരു ബോധത്തോടു കൂടിയായിരിക്കണം ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നുള്ളത് നമ്മളെല്ലാവരും പഠിച്ചതാണ്. ഈ ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും തൻ്റെ അനുയായികളെ പഠിപ്പിച്ചതും അതാണ്. എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക്പരമായ ഒരു വിഷയം കടന്നു വന്നാൽ നമ്മുടെ വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ കർമ്മങ്ങളിലോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ 99 അല്ലെങ്കിൽ 100 വയസ്സ് വരെ ജീവിച്ച ആ ജീവിതത്തിനിടയിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ഒരു മനുഷ്യനാണെങ്കിലും ശരി, അവൻ്റെ ജീവിതത്തിൽ ശിർക്കെങ്ങാനും വന്നു കഴിഞ്ഞാൽ അത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്കറിയാം, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനാണ്. ആ പ്രവാചകനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്ന അശ്റക്ത ലയഹ്ബതൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. പ്രവാചകരെ, താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ താങ്കൾ ഒരു പ്രവാചകനാണെന്നുള്ള നിലയിൽ താങ്കൾ പ്രവർത്തിച്ച മുഴുവനും പ്രവർത്തനങ്ങളും പൊളിഞ്ഞു പോകും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ നിങ്ങൾ പെട്ടുപോവുകയും ചെയ്യും. പ്രവാചകരെ, താക്കീതാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിനാണ് ഈ താക്കീത് നൽകിയിട്ടുള്ളതെങ്കിൽ വളരെ ദുർബലമായ മനസ്സിൻ്റെ ഉടമകളായ, ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നമ്മുടെ നമസ്കാരങ്ങളിൽ പോലും ദുർചിന്തകൾ കടന്നു വരുന്ന തരത്തിലുള്ള മനസ്സിൻ്റെ ഉടമകളായ നമ്മൾ ശിർക്കിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ നമ്മൾ അറിയാതെ അതിൽ പെട്ടുപോകും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിയാതെ, അതിനെ സംബന്ധിച്ച് ജാഗരൂകരാകാതെ നമ്മുടെ ജീവിതം കഴിച്ചു കൂട്ടുകയാണെങ്കിൽ ഏത് ദുആയാണെങ്കിലും ഏത് പ്രാർത്ഥനയാണെങ്കിലും ഒക്കെ നല്ലതല്ലേ, പ്രവർത്തിക്കാൻ പറ്റുന്നതല്ലേ എന്നൊക്കെയുള്ള ആ ഒരു ചിന്തയോടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ നഷ്ടത്തിലായിത്തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു വിശ്വാസി അവൻ ശിർക്കിനെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് ബിദ്അത്ത് എന്നുള്ളത്. നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ മാസം റജബ്. നമ്മുടെ നാടുകളിൽ മറ്റുള്ള പ്രദേശങ്ങളിലൊന്നും ഉള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ല എങ്കിലും റജബിൻ്റെ പേരിൽ ഷഅബാൻ 27-ൻ്റെ അന്ന് അല്ലെങ്കിൽ റജബ് മാസത്തിൽ അതിൻ്റെ ആരംഭത്തിലൊക്കെയുള്ള പ്രത്യേകമായ ചില നമസ്കാരങ്ങളും നോമ്പുകളുമൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നും നമ്മുടെ ആളുകളിലുണ്ട്. ബറാഅത്ത് നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഷഅബാൻ 15-ൻ്റെ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ടുമൊക്കെയുള്ള തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത തരത്തിലുള്ള ആരാധനകൾ നല്ലതല്ലേ എന്ന വിചാരത്തിൽ നമസ്കാരമാവട്ടെ നോമ്പാവട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അതാണ് ബിദ്അത്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കുല്ല ബിദ്അത്തിൻ ളലാല, പുത്തനാചാരങ്ങൾ എല്ലാം അത് പൊതുനിർമ്മിതിയാണ്, അത് വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, വഴികേടായ കാര്യങ്ങൾ മുഴുവനും നരകത്തിലേക്കുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ നമസ്കരിക്കുന്നതും നമ്മൾ നോമ്പ് നോൽക്കുന്നതും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഇല്ലാത്ത ഒന്നാണെങ്കിൽ അത് വഴികേടായി അത് നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിത്തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രം. സഹോദരങ്ങളെ, ഇന്നത്തെ അവസാനത്തെ ദിവസം നമ്മോട് പ്രഭാഷണം നടത്താനുള്ള
പ്രഭാഷകൻ ഇവിടെ ഹാജരായിട്ടുണ്ട്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അക്കൂട്ടത്തിലൊരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മദ്രസയിൽ സാധാരണ നടക്കാറുള്ള ആഴ്ചകൾ തോറുമുള്ള QHLS, അതിനെ സംബന്ധിച്ചിടത്തോളം 2-3 പ്രാവശ്യമൊക്കെ ഞാനും അതിൻ്റെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ കേട്ടെടുത്തോളം 10-35ഓളം സ്ത്രീകൾ വന്നിരുന്ന ആ സദസ്സിൽ ഇപ്പോൾ ആൾ കുറഞ്ഞ് 10-15 ആളുകൾ മാത്രമായിട്ടുണ്ട് എന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കുള്ള അവസരങ്ങൾ ഈ തുച്ഛമായ ആയുസ്സിനിടയിൽ അത് നമ്മൾ മുതലാക്കിയാൽ, അത് ഉപയോഗപ്പെടുത്തിയാൽ സഹോദരങ്ങളെ, നമുക്കത് നമ്മുടെ പരലോകത്തിൻ്റെ വിജയത്തിന് അത് ഒരു മുതൽക്കൂട്ടായി തീരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ കൂടിയ ആളുകൾ കേവലം ഒരു നേരം പോക്കിനാണ് വന്നതെങ്കിൽ അവർക്ക് ആ സമയം പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സാഗുതം വീക്ഷിക്കുകയും തൻ്റെ ജീവിതത്തിൽ അത് പകർത്തണമെന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നതെങ്കിൽ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മലക്കുകളുടെ പ്രാർത്ഥനയും റബ്ബിൻ്റെ അരികിൽ ഈ ഒരു ഇരുത്തം പ്രതിഫലാർഹവുമായി തീരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, നമ്മുടെ മദ്രസയിൽ വെച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന അത്തരം അവസരങ്ങൾ നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ആളുകൾ കുറയുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആളുകൾ തൻ്റെ അയൽവാസിയെ, തൻ്റെ വീട്ടിലുള്ള ആളുകളെ, മറ്റുള്ള ആളുകളെയൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയും അതിൻ്റെ വക്താക്കളാക്കി തീർക്കുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് റമളാനിലും അത് മുടങ്ങാതെ കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇവിടെയുള്ള യുവാക്കളുടെ, അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ മനസ്സിലുള്ള ഉദ്ദേശം. അതിലേക്ക് നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഈ സന്ദർഭത്തിലൊന്ന് ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതേപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, ഇന്നലെ സൂചിപ്പിച്ച ലേണ്ടി ഖുർആനിൻ്റെ അതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുവാനുള്ള അതിൻ്റെ പുസ്തകം അമാനി മൗലവിൻ്റെ തഫ്സീറിനെ ആസ്പദമാക്കിയുള്ള അതിൻ്റെ പുസ്തകം പാറക്കൽ സിദ്ദീഖിൻ്റെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ അവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലും നിങ്ങൾ പങ്കാളികളാവണം എന്ന ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ സ്വാഗത ഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് പ്രഭാഷണം ബാങ്കിന് ശേഷം തുടങ്ങുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമുഖ ഭാഷണത്തിനായി മാറൂഫ് സലാഹി ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله نحمدك يا من أوضحت لنا سبل الهداية وأوزغت عن بصائرنا غشوة الغوايا ونصلي ونسلم على من أرسلت إلينا شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وهو سراجا منيرا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ സദസ്സിൻ്റെ സ്വാഗത ഭാഷണം നിർവഹിച്ച, അതേപോലെ തന്നെ സദസ്സിൻ്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണമെന്നുണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മുക്കിൽ ചേരിയം നടത്തുന്ന ദഅവാ സമ്മേളനത്തിൻ്റെ സമാപന ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്.
നമ്മുടെ പരിസര പ്രദേശങ്ങളിലും നമ്മുടെ മഹല്ലുകളിലുമെല്ലാം ഇത്തരത്തിലുള്ള ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർക്കോ എന്തെങ്കിലും ദുനിയവിയായ ലാഭനഷ്ടങ്ങൾ, ദുനിയാവിൻ്റെതായ ലാഭങ്ങൾ നെയ്തെടുക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഏതൊരു നാട്ടിലും ആ നാടിനാവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്ന, സദാചാരം കൽപ്പിക്കുന്ന, ദുരാചാരത്തെ വിലക്കുന്ന, റബ്ബിലേക്ക് ക്ഷണിക്കുന്ന, ഖുർആനിലേക്ക് ക്ഷണിക്കുന്ന, ബിദ്അത്തിൽ നിന്നും ശിർക്കിൽ നിന്നുമെല്ലാം ആളുകളെ തടഞ്ഞു വെക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരണമെന്നത് പരിശുദ്ധ ഖുർആനിന്റെ താല്പര്യമാണ്. പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറ ആല ഇമ്രാനിലൂടെ ആ താല്പര്യത്തെ നമുക്ക് മുമ്പിൽ ഉണർത്തുന്നുണ്ട്, നമുക്ക് മുമ്പിൽ ഓതി കേൾപ്പിക്കുന്നുണ്ട്. ആ വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്താണ്? അവരാണ് പരലോകത്ത് വിജയിക്കുന്നവർ എന്നാണ്. നമ്മളെല്ലാവരും ആ പരലോകത്തെ വിജയം ആഗ്രഹിക്കുന്നവരാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ദർബാറിൽ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്ന ഫരീഖുനിൽ ജന്ന, സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അതിയായി ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ വിജയികളെന്ന് പരിശുദ്ധ ഖുർആന്റെ തന്നെ 3-ാം അധ്യായം 185-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും ഒരു ദിവസം മരണത്തെ ആസ്വദിക്കുന്നതാണ്. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ആ മരണത്തിന് ശേഷം ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, ഒരു ഖിയാമത്ത് വരാനുണ്ട്. ആ ഖിയാമത്ത് നാളിലാണ് ഈ ലോകത്ത് നമ്മൾ ചെയ്ത നന്മകളാണെങ്കിൽ നന്മക്കുള്ളത്, അല്ലെങ്കിൽ തിന്മയാണെങ്കിൽ തിന്മക്കുള്ള പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടുക. ആ പ്രതിഫലം പരിപൂർണമായി നൽകപ്പെടുന്ന സമയത്ത് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന, നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും വഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവർ ആരാണോ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവരെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ വിജയിച്ച കക്ഷികളിൽ ഉൾപ്പെടാനാണ് നമ്മൾ നമസ്കരിക്കുന്നത്, നമ്മൾ സകാത്ത് കൊടുക്കുന്നത്, ഹജ്ജും ഉംറയും ഒക്കെ നമ്മൾ നിർവഹിക്കുന്നത്. എന്തിനേറെ ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന പരിശുദ്ധ റമദാനിന് വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കുന്നത് പോലും ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വീടകങ്ങളും നമ്മുടെ കൽബകങ്ങളുമെല്ലാം ആ പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന ഒരു സ്വഭാവ ഗുണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ആ ഒരു അടയാളത്തെ പറഞ്ഞു തരുന്നത്. നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായി, സദാചാരത്തെ കൽപ്പിക്കുന്നവരായി, ദുരാചാരത്തെ വിലക്കുന്നവരായി ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരണം. അഥവാ നാട്ടിൽ പ്രബോധന പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടായി വരണമെന്നത്. അല്ലാഹു പറയുന്നു, വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ ഉണ്ടായി വരണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ സദാചാരം കൽപ്പിക്കുന്നവരും ദുരാചാരത്തെ വിലക്കുന്നവരുമാകണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കുന്ന ആളുകളെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ആ ദഅ്വാ പ്രവർത്തനം നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായി വരണം. അങ്ങനെ ആരെങ്കിലും ദഅ്വാ പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരാണ്. കാരണം ലോകത്തേക്ക് കടന്നു വന്ന 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലുകൾ ചെയ്ത ആ ദഅവത്ത് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലും അവർ ചെയ്യുന്നത്. അവർ തൗഹീദിനെതിരെ തൗഹീദിന് അനുകൂലമായി തൗഹീദ് പഠിപ്പിക്കാൻ, ശിർക്കിനെതിരെ അവർ പ്രബോധനം ചെയ്യുന്നു. നമ്മുടെ നാട്ടിലും അത് തന്നെ നടക്കുന്നു.
ഓരോ പ്രവാചകന്മാരും നിയോഗിക്കപ്പെടുമ്പോൾ അവരുടെ നാട്ടിൽ എന്തൊക്കെ തിന്മകളാണ് ഉണ്ടായിരുന്നത്, ആ തിന്മക്കെതിരെയാണ് ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ പ്രബോധനം ചെയ്തിരുന്നത്. നമ്മുടെ നാട്ടിലും അത് തന്നെയാണ് നടക്കുന്നത്. ആ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദഅ്വാ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഓരോ വർഷത്തിലും ഇത്തരത്തിലുള്ള വിവിധ പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഖുർആൻ ക്ലാസ്സുകളാണെങ്കിലും മറ്റു പ്രോഗ്രാമുകളൊക്കെയാണെങ്കിലും നമ്മളവിടെ ചെന്നിരുന്ന് അതിനോട് സഹകരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം പ്രിയപ്പെട്ടവരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരാണ്. എത്രയോ അമ്പിയാക്കന്മാർ, എത്രയോ ഔലിയാക്കന്മാർ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. അവരൊക്കെ ഈ ലോകത്ത് നിന്ന് യാത്രയായിട്ടുമുണ്ട്. അവർക്ക് വന്ന ആ മരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും വന്നെത്തുമെന്നതിൽ ഒരു സംശയമില്ല. എന്തൊക്കെ വിഷയത്തിൽ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മരണത്തിന്റെ വിഷയത്തിൽ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കേണ്ടത് ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ മരണപ്പെട്ടാൽ റബ്ബിന്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ മാത്രം റബ്ബിന്റെ മുന്നിൽ നമുക്ക് എന്തു നന്മയാണ് എടുത്തു പറയാനുള്ളത് എന്ന ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ചിന്തയിൽ നിന്നാണ് ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകേണ്ടത് എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. പരിശുദ്ധ റമദാനിലേക്ക് നമ്മളിങ്ങനെ തയ്യാറായി നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് പരിശുദ്ധ റമദാൻ? ജീവിതത്തിൽ തഖ്വയുണ്ടാവാനാണ്. നാളെ പരലോകത്ത് ആ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി റബ്ബ് നമ്മുടെ മുമ്പിൽ ഇട്ടു തരുന്ന ഒരു അവസരമാണ് പരിശുദ്ധ റമദാൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. പരലോകത്ത് തഖ്വയുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ആ തഖ്വ ഉണ്ടാവാനാണ് നോമ്പ്. അള്ളാഹു പഠിപ്പിച്ചതാണല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാനിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ. അതെന്തിനാ തഖ്വ? സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനാണ്. തഖ്വ മാത്രം മതി പോരാ, ജീവിതത്തിലെ പാപങ്ങൾ മായ്ക്കപ്പെടണം. അതിനാണ് നോമ്പ്. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹി, ആരെങ്കിലും ഒരു ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, 70 വർഷം ഒരു മനുഷ്യൻ ധൃതിയിൽ സഞ്ചരിച്ചാൽ എത്ര ദൂരത്തോ അത്രയും ദൂരം നരകത്തുന്നവൻ അകറ്റുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 30 ദിവസം നമ്മൾ നോമ്പെടുത്താൽ എത്ര ദൂരം അകലും? അത് നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഒരു അവസരമാണ്. മാത്രമാണോ? കഴിഞ്ഞോ? ഇല്ല. പിന്നെയോ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും പരിശുദ്ധ റമളാനിൽ ഈമാനോടെയും പ്രതിഫലോച്ചയോടും കൂടി നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല, റമളാനിൽ രാത്രി നമസ്കരിക്കുന്ന ആളുകളുണ്ട്, അവർക്കും അതേ പ്രതിഫലം തന്നെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരെങ്കിലും പരിശുദ്ധ റമളാനിൽ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ ജീവിതത്തിലെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അടുത്ത റമളാൻ വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ടാവും അതൊന്നും നമുക്ക് പറയാൻ കഴിയൂല. കാരണം കഴിഞ്ഞ റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്നില്ലല്ലോ. നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലൊക്കെ പെട്ടവരായിരിക്കും, ഓരൊക്കെ മരിച്ചു പോയില്ലേ അല്ലേ? എന്തിനേറെ ചിലപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സംസാരിച്ചവർ റമളാൻ വന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ചർച്ച ചെയ്തവർ പോലും ഒരു പക്ഷേ മരണപ്പെട്ട ആരുടെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമുക്ക് ഈ റമളാനിൽ നമ്മളിലേക്ക് എത്തുമോ അറിയില്ല. എത്തിയാൽ പ്രിയപ്പെട്ടവരെയും അതൊരു ഭാഗ്യമായി കണക്കാക്കി ആ റമളാനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. 2 കാര്യങ്ങൾ ഉറപ്പെടുത്തി. ഒന്ന്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ദഅ്വാ പ്രവർത്തനങ്ങളോട് നമ്മൾ അതിനോട് സഹകരിക്കണം. രണ്ടാമത്തേത്, പരിശുദ്ധ റമളാൻ വരുമ്പോൾ അതിനെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിലും നമ്മൾ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ ഇതിനു വേണ്ടി അധ്വാനിച്ചവരുണ്ട്, ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ഇതിനെ സഹായിച്ചവരുണ്ടെങ്കിൽ അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ സുന്ദരമായ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ
الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. പ്രിയമുള്ളവരെ, ഒരു ദിവസം ഒരു ഹദീസ് നമുക്ക് ഏവർക്കും ഒരുമിച്ച് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഹദീസ് പാഠം എടുക്കുന്നത് മുഹസിൻ ടി ആണ്. അവനെ സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ദഅവാ സമ്മേളനത്തിൻ്റെ മൂന്നാമത്തെ ദിനത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലും 2 ഹദീസുകൾ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള 2 ഉപദേശങ്ങൾ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകനെ സംബന്ധിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന വളരെ വലിയൊരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള സകലതും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നരകത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്തൊക്കെയാണോ വേണ്ടത് അതും പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാത്രി നമസ്കാരങ്ങളിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ മുത്ത് റസൂൽ ചോദിച്ചിരുന്ന ചോദ്യം, അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിനെ നീ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ്. അഥവാ നമ്മളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിൽ പോകുന്നത് പോലും നമ്മുടെ പ്രവാചകന് സങ്കടമാണ്. നമ്മളെങ്ങാനും നരകത്തിലേക്ക് പോകുന്നത് പ്രവാചകൻ കണ്ടു കഴിഞ്ഞാൽ പ്രവാചകൻ്റെ കണ്ണുകൾ നിറയുമെന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ നമുക്കൊരുപാട് ഉപദേശങ്ങൾ നൽകുന്നത്. അങ്ങനെ നൽകിയ 2 ഉപദേശങ്ങളാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ പരിചയപ്പെട്ടത്, മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതുപോലെ പ്രവാചകൻ നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ വേണ്ടി, നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി, നമ്മൾ ആ പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാകാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ വളരെ വിലപ്പെട്ട, നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട, ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു ചെറിയ ഹദീസാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, അദ്ദേഹമാണ് നിവേദനം ചെയ്യുന്നത്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലാ തസൂലു ഖദമ ഇബ്നു ആദം യൗമൽ ഖിയാമത്തി മിൻ ഇൻദി റബ്ബിഹി ഹത്താ യുസ്അലു അൻ ഖംസിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നാളെ പരലോകത്തന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, വിചാരണയ്ക്ക് വേണ്ടി ഓരോ മനുഷ്യനും, നമ്മളടങ്ങുന്ന ഓരോ ആദമിൻ്റെ സന്തതികളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്, 5 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാതെ നമ്മളോടടക്കം എല്ലാ മനുഷ്യരോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, 5 ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാതെ നാളെ അള്ളാഹുവിൻ്റെ ആ കോടതിയിൽ ഒരു കാല് പോലും മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുകയില്ല. ആ നിൽക്കണ നിൽപ്പിൽ അങ്ങനെ നിൽക്കേണ്ടി വരും. എന്താണോ പ്രയാസം അനുഭവിച്ച് നിൽക്കേണ്ടി വരും. അവിടുന്ന് ഒരു പടി അങ്ങ് മുന്നോട്ട് ചവിട്ടാൻ, സ്വർഗത്തിൻ്റെ ദിശയിലേക്കൊന്ന് തിരിഞ്ഞു നിൽക്കാൻ പോലും അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിക്കൂല എന്നുള്ളതാണ്. ഏതൊക്കെയാണ് പ്രിയമുള്ളവർ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായി മരിക്കുന്നത് വരെ ഈ 5 വിഷയങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ആഞ്ഞടിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഈ 5 വിഷയങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, അൻ ഉംരിഹി ഫീമ അഫ്നാഹു. ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ആയുസ്സിനെ സംബന്ധിച്ചാണ്. ഫീമ അഫ്നാഹു, അതെന്തിനാണ് ചെലവഴിച്ചത്? മരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. 30, 40, 50, 60 വർഷങ്ങൾ നമുക്ക് ലഭിച്ചിട്ട് അത്ര വർഷങ്ങൾ അല്ലാഹു ഈ ഭൂമിയിൽ ആയുസ് നൽകിയിട്ട്
ആ ആയുസ് കൊണ്ട് എന്താണ് ചെയ്തതെന്നാണ് അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ ചോദ്യം. ചെയ്തത് തെറ്റുകളാണോ? ചെയ്തത് തെമ്മാടിത്തരങ്ങളാണോ? ചെയ്തത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളാണോ? മറുപടി പറയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെലവഴിച്ച ഓരോ സെക്കൻഡുകളെ വെച്ചിട്ടും അള്ളാഹിൻ്റെ മുന്നിൽ മറുപടി പറയണമെന്നാണ്. മറുപടി പറയാതെ റബ്ബിൻ്റെ കോടതിയിൽ മുന്നോട്ട് കാൽപാദം വെക്കാൻ റബ്ബ് അനുവദിക്കൂല. രണ്ടാമത്തേത് വഅൻ ശബാബിഹി ഫീമ അബ്ലാ. രണ്ടാമത്തേത് യുവത്വത്തെ സംബന്ധിച്ചാണ്. എല്ലാവരും വയസ്സായ പറയിപ്പോൾ ഒന്നിനും കഴിയണില്ല, പ്രായമായി, രോഗമാണ്, അങ്ങനെയാണ്. പക്ഷെ അതിന് മുൻപ് അള്ളാഹു ഒരു യുവത്വം തന്നിട്ടുണ്ടായിരുന്നു. ആ യുവത്വ കാലഘട്ടത്തെ സംബന്ധിച്ച് അള്ളാഹ് ചോദിക്കുന്നതാണ് വഅൻ ശബാബിഹി ഫീമ അബ്ലാഹു. അതെവിടെയാണ് ചെലവഴിച്ചതെന്ന് കൃത്യമായി പറയേണ്ടതുണ്ട്. ക്ലബിലാണോ, അതുപോലെ തമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്ന ലഹരികളിലും മറ്റു അശ്ലീലതകളിലുമാണോ, അതല്ല അള്ളാഹുവിൻ്റെ പള്ളികളിലാണോ, ദഅവത്തിൻ്റെ മാർഗത്തിലാണോ, എന്തിലാണ് നമ്മൾ ഓരോരുത്തരും എന്തിലാണ് നമ്മുടെ യുവത്വം ചെലവഴിച്ചതെന്ന് അള്ളാഹുവിനോട് കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്ന്, ഓരോ ദിവസത്തെയും കൃത്യമായ കണക്ക് നൽകേണ്ടി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തേത് എന്താ? വമാലിഹി മിൻ ഐന ഇക്തസബഹു. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ ചോദ്യം നമ്മുടെ സമ്പത്തിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും സമ്പാദിക്കുന്നവരാണല്ലോ, നമ്മളെല്ലാവരും പണിയെടുക്കുന്നവരാണ്. സമ്പത്ത് ഒരുപാട് വർദ്ധിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അതിന് കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അള്ളാഹിൻ്റെ ചോദ്യം വമാലിഹി, ആ സമ്പത്തിനെ കുറിച്ചാണ്. മിൻ ഐന ഇക്തസബഹു, അതെവിടെ നിന്നാണ് സമ്പാദിച്ചത്? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മാർഗങ്ങളിലൂടെയാണോ? ലഹരി കച്ചവടം നടത്തിയിട്ടാണോ? അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചത് കൊണ്ടാണോ? ലോട്ടറി കച്ചവടം നടത്തിയിട്ടാണോ? അങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത മാർഗത്തിലാണോ? ഏത് മാർഗത്തിലാണത്? കൃത്യമായി അതെവിടെ നിന്നാണ് സമ്പാദിച്ചതെന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ അടുക്കൽ കണക്ക് കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞില്ല. വഫീമ അൻഫഖഹു, സമ്പാദിച്ചതിൻ്റെ കണക്ക് മാത്രം പോരാ, അതെവിടെയാണ് ചിലവഴിച്ചതെന്നതിനെ സംബന്ധിച്ചും നമ്മൾ പറയേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും സമ്പാദിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും, പക്ഷേ ആരെവിടെ എന്തിനു ചോദിച്ചാലും അതിനൊക്കെ കൊടുക്കും. പറ്റൂല. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു മാർഗത്തിലേക്ക് സമ്പത്ത് പോകാൻ പാടില്ല. നമ്മൾ എവിടെയാണ് ആ സമ്പാദിച്ച സമ്പത്ത് എവിടെയാണ് നമ്മൾ കൊണ്ടുപോയി ചെലവഴിച്ചത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ കണക്ക് റബ്ബിൻ്റെ മുന്നിൽ ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അഞ്ചാമത്തത് പ്രിയമുള്ളവരെ, നമ്മൾ പഠിച്ചതെന്താണ്? ആ പഠിച്ചതിനെ സംബന്ധിച്ച്, ആ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെ സംബന്ധിച്ച് പ്രവർത്തിച്ചത്, എന്തൊക്കെയാണ് പഠിച്ചത്? അള്ളാഹ് തന്ന ആയുസ്സിൽ എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഇൽമ നേടിയിട്ടുള്ളത്? അള്ളാഹിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഇൽമ നേടിയിട്ടുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് കൂടുതലായ ഇൽമ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ 99 നാമങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരെങ്കിലും അത് കൃത്യമായി പഠിക്കുകയാണെങ്കിൽ, ആ 99 നാമങ്ങളും ആരെങ്കിലും കൃത്യമായി പഠിക്കുകയാണെങ്കിൽ അവന് സ്വർഗമുണ്ടെന്നാണ്. നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത്ര വർഷങ്ങൾ ലഭിച്ചിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏത് വിഷയത്തിലാണ് നമ്മൾ ഇൽമ നേടിയിട്ടുള്ളത്? ആ ഇൽമ കൊണ്ട് എന്താണ് പ്രവർത്തിച്ചതെന്നതിനെ സംബന്ധിച്ചും കൃത്യമായ കണക്ക് കൊടുക്കേണ്ടി വരുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട 5 വിഷയങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത്. ഒന്നും കൂടി പറയാൻ, ഒന്നാമത്തെ നമ്മുടെ ആയുസ്സിനെ സംബന്ധിച്ചാണ്, രണ്ടാമത്തത് നമ്മുടെ യുവത്വത്തെ സംബന്ധിച്ചാണ്, മൂന്നാമത്തത് നമ്മുടെ സമ്പാദ്യത്തെ സംബന്ധിച്ചാണ്. അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്, അഞ്ചാമത് നമ്മുടെ ഇൽമിനെ സംബന്ധിച്ചാണ്, നമ്മുടെ അറിവിനെ സംബന്ധിച്ചാണ്. ഏത് വിഷയത്തിലാണ് ഇൽമ നേടിയത്, എന്താണ് ആ ഇൽമ കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചത്? പ്രിയമുള്ളവരെ, ഇതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകണം. ഒരു വെള്ള പേപ്പർ എടുത്തൊന്ന് എഴുതി നോക്കുക. ഇത്ര വർഷം ജീവിച്ചിട്ട് ഈ വിഷയങ്ങളിൽ എന്താണ് എൻ്റെ റബ്ബിനോട് എനിക്ക് മറുപടി പറയാൻ ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളതെന്നുള്ള കൃത്യമായ ധാരണ നമുക്കുണ്ടാകണം. ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. അതാണെന്ന് നമ്മൾ വിശദമായി സംസാരിക്കുന്ന വിഷയം. നമ്മുടെ പണ്ഡിതൻ ഷൗക്കത്തുൽ അൻസാരി നമ്മോട് സംസാരിക്കുന്ന വിഷയം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പുലർത്താനും അതിൽ കൃത്യമായ മറുപടി അള്ളാഹുവിന് കൊടുക്കുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായി മനസ്സിലാക്കാനും ശ്രദ്ധ കൊടുക്കാനും ആ വിഷയങ്ങൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ, പ്രവാചകൻ്റെ ഹദീസുകൾ അത് ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
മുഖ്യപ്രഭാഷണത്തിനായി മൗലവി ഷൗക്കത്ത് അലി അൻസാരിയെ സ്വാഗതം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സംഘടനാ നേതാക്കന്മാരെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്നാമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ സുന്ദരമായ ദീനിനെ സംബന്ധിച്ച് പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. രണ്ടു ഘട്ടങ്ങളായി തിരിച്ച ഒരു വലിയ യാത്രയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരായ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ജനനം മുതൽ മരണം വരെയുള്ളതാണ് ജീവിതത്തിൻ്റെ പ്രഥമഘട്ടം. മരണം മുതൽ ഒരിക്കലും അവസാനിക്കാത്തതാണ് രണ്ടാമത്തേത്. ഈ ഭൂമി ലോകത്തേക്ക് ഞാനും നിങ്ങളും പിറന്നു വീഴുന്നതിന് മുമ്പ് ഏകദേശം 9 മാസക്കാലത്തോളം നമ്മുടെ മാതാക്കളുടെ ഗർഭാശയത്തിലാണ് നാം കഴിച്ചുകൂട്ടിയത്. ആ ഗർഭാശയത്തിലെ ആദ്യ അവസ്ഥ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, നമ്മളൊരു നുത്ഫത്തായിരുന്നു എന്നാണ്.
ഒരു ബീജബിന്ദു, നുത്തുഫത്ത് എന്ന് പറഞ്ഞാൽ ബീജഗണം, ബീജബിന്ദു എന്നാണ് അർത്ഥം. കണ്ണുകൊണ്ട് നേർക്ക് നേരെ നോക്കിയാൽ കാണാൻ കഴിയാത്തത്ര ഒരു ചെറിയ ബിന്ദുവായിരുന്നു നാം. പിന്നീട് ആ നുത്തുഫത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അലഖത്താക്കി മാറ്റുകയാണ്, ഒരു ചെറിയ രക്തക്കട്ടയാക്കി മാറ്റുകയാണ്. ആ രക്തക്കട്ടയെ പിന്നീട് ഒരു കുഞ്ഞു മാംസ കഷ്ണമാക്കി മാറ്റുന്നു. അതിനെ അസ്ഥികൾ കൊണ്ട് പൊതിയുന്നു. ഫകസൗനൽ ഇളാമ ലഹ്മ, ആ അസ്ഥികൂടത്തെ വീണ്ടും മാംസം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതിയുന്നു. അങ്ങനെ ഒരു 9 മാസക്കാലം കൊണ്ട് നുത്തുഫത്തും അലക്കത്തും മുളഅത്തും ഇളാമും ഒക്കെയാക്കി ഒരു 2.5 കിലോ 3 കിലോ ഒക്കെ ഭാരമുള്ള ഒരു തിഫിലാക്കി, ഒരു കുഞ്ഞാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നമ്മെ കൊണ്ടുവന്നു. ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു നുത്തുഫത്തായി നാം തുടക്കം കുറിക്കുമ്പോൾ അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലതാ അലൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ, ഹീനും മിനദ്ദഹർ, നിശ്ചിതമായ ഒരു കാലഘട്ടം, ലം യകുൻ ശൈഅം മദ്കൂറാ, പറയപ്പെടാവുന്ന യാതൊന്നുമല്ലാത്തൊരു കാലം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ. ഒരു നുത്തുഫത്ത് പോലുമല്ലാത്ത, കണ്ണുകൊണ്ട് നോക്കിയാൽ നേർക്കുനേരെ നോക്കിയാൽ കാണാൻ കഴിയാത്തത്ര ചെറുതായ ഒരു നുത്തുഫത്ത് പോലുമല്ലാത്ത, ഒന്നുമല്ലാത്ത, ആരുമല്ലാത്ത ഒരു കാലം മനുഷ്യരായ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് 3 ഇരുട്ടറകൾക്കുള്ളിലായി എല്ലാ സംരക്ഷണവും നൽകി. ആ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായത് എന്തെല്ലാമുണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് മെല്ലെ മെല്ലെ നമ്മളെ അല്ലാഹു വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു വിഹിതം മാതാവിന്റെ പൊക്കിൾ കൊടിയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്ന് ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം സംവിധാനങ്ങൾ ആവശ്യമാണോ അതെല്ലാം സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ഇനി പ്രിയപ്പെട്ടവരെ, ഈ ഭൂമി ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഒരു നാൾ ഈ ലോകത്തോട് ഞാനും നിങ്ങളും വിട പറയേണ്ടി വരും. ഇന്ന് ഭൂമിയിൽ 800 കോടിയിലധികം മനുഷ്യരാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് ഇരട്ടി മനുഷ്യർ ബർസഖിയായ ജീവിതത്തിലാണുള്ളത്, ഖബർ ജീവിതത്തിലാണുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നിർബന്ധമായും വിട പറയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. യഥാർത്ഥത്തിൽ ഓരോ മിനിറ്റുകളും സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും വർഷങ്ങളും കഴിയും തോറും അല്ലാഹു നമുക്ക് നിശ്ചയിച്ച മരണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഖബറിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കവി സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യബീതു വയൽഹ കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ്ദുനിയാ ഖരീബൻ ഇലൽ ഖബരി. ഓരോ ദിനരാത്രങ്ങളും കഴിഞ്ഞു പോകുമ്പോൾ മനുഷ്യർ ദുനിയാവിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് അവൻ അടുത്തുകൊണ്ടിരിക്കുന്നത്? ഖരീബൻ ഇലൽ ഖബരി, അവന്റെ ഖബറിലേക്കാണ് അവൻ അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയം മിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു മിനിറ്റിൽ 72 തവണയാണ് ഹൃദയം മിടിക്കുന്നത്. ഓരോ മിടിപ്പും നമ്മളോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മഹാനായ കവി അഹ്മദ് ഷൗക്കി സൂചിപ്പിക്കുകയാണ്: ദിഖാതു ഖൽബിൽ മർഇ ഖായിലതൻ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. ഓരോ മനുഷ്യന്റെയും ഹൃദയമിടിപ്പ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്: തീർച്ചയായും മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറയുന്നത് ഏതാനും മിനിറ്റുകളും സെക്കൻഡുകളും മാത്രമാണ്. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് ജന്മം തന്ന സാഹചര്യത്തിൽ തന്നെ എത്ര മിനിറ്റ് എത്ര സെക്കൻഡ് നാം ഈ ലോകത്ത് കഴിച്ചുകൂട്ടുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിന് മിടിപ്പ് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര തവണയാണ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയം മിടിക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച അവസാന മിടിപ്പ് മിടിച്ചാൽ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയായി, പാരത്രികമായ ലോക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ശ്വാസമാണ് ഈ ലോകത്ത് ഞാനും നിങ്ങളും വലിക്കുക എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു നിശ്ചയിച്ച അവസാന ശ്വാസം വലിച്ചാൽ പിന്നീട് നമ്മുടെ പേര് മയ്യിത്ത് എന്നാണ്. അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് എത്ര ശ്വാസം വലിക്കുമെന്ന്. അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എത്ര തവണ എൻ്റെയും നിങ്ങളുടെയും ഹൃദയം മിടിക്കുമെന്ന്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നിശ്ചയിച്ച അവസാന മിടിപ്പിലേക്ക് ഇനി എത്ര ദൂരമുണ്ടെന്ന് നമുക്കറിയില്ല. ഇനി എത്ര തവണ ശ്വാസം വലിക്കാൻ നമുക്ക് കഴിയും എന്ന് നമുക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, എത്രയോ മനുഷ്യർ ഈ ലോകത്തോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മഹല്ലിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 5 പേരാണ് പരലോകത്തേക്ക് യാത്രയായത്. കഴിഞ്ഞ റമളാനിൽ ഇതുപോലെയുള്ള ദഅവാ സമ്മേളനങ്ങളിലും അതുപോലെ തന്നെ വിജ്ഞാന വേദികളിലും ഇഅ്തികാഫിരിക്കുവാനും അതുപോലെ തറാവീഹ് നമസ്കരിക്കുവാനും നോമ്പ് പിടിക്കുവാനും ഒക്കെ നമ്മളോടൊപ്പം സജീവമായി ഉണ്ടായിരുന്ന പലരും, നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ട പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പാരത്രികമായ ലോകത്തേക്ക് പലരും യാത്രയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള മരണവാർത്തകൾക്ക് ഞാനും നിങ്ങളും സാക്ഷികളാകുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നിർബന്ധമായും വിട പറയേണ്ടവനാണ് ഞാൻ എന്ന ചിന്ത എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ പ്രവാചകരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ യാ റസൂലല്ലാഹ് മൻ അഖിയസുന്നാസ് വ അഹ്സമുന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയും വിവേകവുമുള്ളവൻ ആരാണ് നബിയേ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി അക്സറുഹും ദിക്റൻ ലിൽ മൗത്ത് വ അക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത് ഉലൈക ലഖിയാസ് എന്നാണ്. മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവരാരാണോ, മരണാനന്തര ജീവിതത്തിന് വേണ്ട ശക്തമായ ഒരുക്കങ്ങൾ നടത്തുന്നവരാരാണോ, ഉലൈക ലഖിയാസ്, അവരാണ് ബുദ്ധിയുള്ള ആളുകളെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ മനുഷ്യനും ഈ ലോകത്തോട് വിട പറയുമ്പോൾ എല്ലാ ആളുകളും ഒരേ രൂപത്തിലല്ല മരണപ്പെടുന്നത്. എല്ലാ ആളുകൾക്കും ഒരേ അനുഭവമല്ല മരണം നൽകുന്നത്. 2 തരത്തിലുള്ള മരണമുണ്ട് എന്ന് പ്രമാണങ്ങൾ വിശദീകരിക്കുകയാണ്. ഒന്നാമത്തേത് നശ്വരമായ മരണത്തിന് മുമ്പുള്ള മിനിറ്റുകളും സെക്കൻഡുകളും ഇടിപ്പുകളുമാകുന്ന ഈ ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ, ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് എന്ന് തിരിച്ചറിയാതെ തോന്നിയതുപോലെ ജീവിതത്തെ കഴിച്ചുകൂട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം നരകാവകാശിയായി കൊണ്ടാണ് ഈ ലോകത്തോട് ഒരാൾ വിട പറയുന്നത് എങ്കിൽ അവന്റെ മരണരംഗം കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. 8-ാം അധ്യായം സൂറ അൻഫാലിന്റെ 50-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായിക, അവിശ്വസിച്ചവരെ മലക്കുകൾ പിടിച്ചെടുക്കുന്ന സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ, യൽരിബൂന വുജൂഹഹും വ അദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അവരുടെ പുറകു വശങ്ങളിലും മലക്കുകൾ ശക്തിയായി അടിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ആ മരണത്തിന്റെ സന്ദർഭത്തിൽ അവരോട് പറയപ്പെടുകയും ചെയ്യും, വദൂഖൂ അദാബൽ ഹരീഖ്, ഈ നിന്ദ്യമേറിയ ശിക്ഷ, ഈ വേദനയേറിയ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചു കൊള്ളണേ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളണേ എന്നവരോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തോട് അങ്ങനെയാണ് വിട പറയുക. മലക്കുകളിൽ നിന്നും ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി വളരെ പ്രയാസകരമായ അവസ്ഥകളിലൂടെയാണ് പരലോകത്തേക്ക് ചില ആളുകൾ യാത്രയാക്കപ്പെടുക. അവർക്ക് പോകാനുള്ള ഇടം എവിടെയാണ്, ഭീകരമായ നരകത്തിലേക്കാണ് പോകാനുള്ളത് എന്ന കൃത്യമായ സൂചനകൾ നൽകി മലക്കുകൾ അവരുടെ ആത്മാവിനെ അവരുടെ ശരീരത്തിൽ നിന്നും ഊരിയെടുക്കും. എന്നാൽ രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്, ജീവിതത്തിൽ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി
പാരത്രികമായ ലോകത്തേക്ക് യാത്രയാകുന്ന ആളുകൾ, അവരെ മലക്കുകൾ എങ്ങനെയാണ് സ്വാഗതം ചെയ്യുക എന്ന് സൂറത്ത് ഫജ്റിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഹേ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതം മർളിയ, തൃപ്തിപ്പെട്ട അവസ്ഥയിൽ, തൃപ്തി ലഭിച്ച അവസ്ഥയിൽ നിന്റെ രക്ഷിതാവിന്റെ അടുക്കിലേക്ക് നീ മടങ്ങണേ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ ഇഷ്ടദാസന്മാർ പ്രവേശിക്കുന്ന സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് നീയും പ്രവേശിച്ചു കൊള്ളുക എന്ന സ്വർഗലോകത്തേക്കുള്ള മനോഹരമായ വിളിയാളം കേട്ടുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്തോട് വിട പറയുക എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ സ്വർഗലോകത്തേക്കുള്ള മരണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുകളിൽ നിന്നും സ്വർഗലോകത്തേക്കുള്ള വിളിയാളം കേട്ടുകൊണ്ട് മരിക്കുവാനുള്ള തൗഫീക്ക് എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ അള്ളാന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വലിക്കുന്നത് വരെയും ആ റബ്ബിന്റെ ദീനിൽ അടിയുറച്ച് നിലകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഫുസ്സിലത്തിന്റെ 30-31 വചനങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും സുമ്മസ്തഖാമൂ, ആ റബ്ബിന്റെ മാർഗത്തിൽ, ആ റബ്ബിന്റെ ദീനിൽ അടിയുറച്ച് നിലകൊള്ളുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണത്തിന്റെ സന്ദർഭത്തിൽ മലക്കുകളതാ അവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവർ പറയുന്നു, അല്ലാ തഖാഫു വലാ തഹ്സനൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള സ്വർഗ്ഗത്തെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഇഹലോക ജീവിതത്തിലും പരലോക ജീവിതത്തിലും നിങ്ങളുടെ മിത്രങ്ങളായി കൂട്ടുകാരായി ഞങ്ങളുണ്ട്. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ദഊൻ, ആ സ്വർഗ്ഗലോകത്ത് വെച്ച് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത്, എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചോദിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ എല്ലാം അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന വിരുന്നാണ്, സൽക്കാരമാകുന്നു അത് എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട പറയുമ്പോൾ, നമ്മുടെ ആത്മാവിനെ മലക്കുകൾ സ്വീകരിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, സ്വർഗലോകത്തേക്കുള്ള വിളിയാളം കേട്ടുകൊണ്ട് മരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണമെങ്കിൽ കാരുണ്യവാനായ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ദീനിനെ അവസാന ശ്വാസം വലിക്കുന്നതുവരെയും മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നതാണ്. അങ്ങനെ കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത ഈ കുറഞ്ഞ കാലഘട്ടത്തെ നന്മകൾക്ക് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരണത്തിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ അവരുടെ ആത്മാവിനെ സ്വീകരിക്കാൻ കടന്നു വരുന്ന നേരം അവർ വിലപിക്കുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കണം, മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ റിസ്ക്കിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, മരണമെന്ന യാഥാർത്ഥ്യം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പായി നാം നിങ്ങൾക്ക് നൽകിയ റിസ്ക്കിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കണേ. എന്നാൽ ഫയഖൂൽ, അത് ചെലവഴിക്കാത്ത ആളുകൾ, അള്ളാന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കാൻ, നന്മകൾ ചെയ്യാൻ ചാൻസുകൾ ധാരാളം ലഭിച്ചിട്ട് അതൊന്നും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത മനുഷ്യരതാ മരണത്തിന് സന്ദർഭത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് യാചിക്കുകയാണ്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, റബ്ബേ എനിക്ക് അല്പസമയം ഒന്ന് നീട്ടിത്തരുമോ? എന്തിനാ റബ്ബിനോട് സമയം ചോദിക്കുന്നത്? ഫഅസ്വദ്ദഖ,
അല്ലാഹുവേ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം. വഅകും മിനസ്സാലിഹീൻ. ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുണ്ട്. അതെല്ലാം നിർവഹിച്ചുകൊണ്ട് സ്വർഗാവകാശിയായിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹുവേ എനിക്ക് അല്പസമയം ഒന്ന് നീട്ടിത്തരുമോ? ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് യാചിക്കുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമയം നീട്ടിക്കൊടുക്കുകയില്ലെന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കരയേണ്ടത്, നമ്മൾ റബ്ബിന്റെ മുമ്പിൽ കേണപേക്ഷിക്കേണ്ടത് അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പുള്ള സമയമാണ്. എപ്പോഴാണ് മരണം നമ്മളെ തേടി വരിക എന്ന് നമുക്ക് പറയാൻ നിർവാഹമില്ല. കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്, വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ ഓരോരുത്തരും എന്താണ് സമ്പാദിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് സ്ഥലത്ത് വെച്ചാണ്, ഏതു പ്രായത്തിലാണ്, ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യന്റെ അന്ത്യം സംഭവിക്കുക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അപ്പൊ നമ്മളൊക്കെ ജനിച്ചത് എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ ഉമ്മമാരോട്, നമ്മുടെ രക്ഷിതാക്കളോട് ചോദിച്ചാൽ എവിടെ വെച്ചാണ് നമ്മുടെ ഉമ്മമാർ നമുക്ക് ജന്മം തന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജനന സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ എവിടെ വെച്ചാണ് നമ്മുടെ മരണസ്ഥലം, നമ്മുടെ മരണസ്ഥലം എവിടെയാണ് നമുക്കറിയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റോഡുകളിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജലാശയത്തിലായിരിക്കാം, അല്ലെങ്കിൽ വാനലോകത്ത് വെച്ചൊരു ആകാശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ വെച്ചായിരിക്കാം. എവിടെ വെച്ചാണ് നമ്മുടെ മരണം സംഭവിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ബുധനാഴ്ച അരീക്കോട് ഇതുപോലെയുള്ള ഒരു ദഅവ സമ്മേളനത്തിൽ സംസാരിക്കാൻ പോയപ്പോൾ അവിടെയുള്ള പ്രവർത്തകർ ഒരാളുടെ മരണവാർത്ത അറിയിച്ചു. 28 വയസ്സ് പ്രായമായ ഒരു ചെറുപ്പക്കാരന്റെ മരണവാർത്ത. 4 മാസം പ്രായമായ ഒരു കുഞ്ഞിനെ അനാഥനാക്കി ആ 28കാരൻ പരലോകത്തേക്ക് യാത്രയാകുകയാണ്. കടയിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി റോഡ് ക്രോസ് ചെയ്യുന്ന സമയം ഒരു വാഹനം ശരീരത്തിലൂടെ കയറിയിറങ്ങി 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പരലോകത്തേക്ക് യാത്രയാകുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിചയത്തിൽ അത്തരത്തിലുള്ള പ്രായത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളുടെയൊക്കെ മരണവാർത്തകൾക്ക് സാക്ഷികളായവരാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ ജനാസ അനുഗമിച്ചവരാണ്, മയ്യത്ത് നമസ്കരിച്ചവരാണ്, ഖബറിലേക്ക് എടുത്തു വെച്ചവരാണ് നമ്മൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. മരണപ്പെട്ട് കിടക്കേണ്ട ഒരു സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയം വരുന്നതിന് മുമ്പാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. മരണപ്പെട്ടതിന് ശേഷം നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനില്ല. ബർസഖിയായ ലോകത്തേക്ക് യാത്രയായ കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. അവർക്ക് ഖബറുകളിൽ വെച്ച് കർമ്മങ്ങൾ ചെയ്യാനില്ല. മഹ്ശറ മൈതാനിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോടാനക്കോടി മനുഷ്യരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെയും നമുക്ക് ആരാധനകളോ സൽക്കർമ്മങ്ങളോ ചെയ്യാനില്ല. പ്രിയപ്പെട്ടവരെ, നന്മകൾ ചെയ്യാൻ, പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഏക കേന്ദ്രം എന്ന് പറയുന്നത് ദുനിയാവ് മാത്രമാണ്. മരണത്തിന് മുമ്പുള്ള ഈ ജീവിതമാണ് സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നത്. അവസാന ശ്വാസം വലിച്ചാൽ പിന്നീട് പ്രവർത്തനത്തിനുള്ള അവസരമല്ല, നമ്മൾ അതുവരെയും ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള സ്ഥലമാണ്, ഇടമാണ് തുടർന്നു വരുന്ന ഓരോ ഘട്ടങ്ങളിലും. അതുകൊണ്ട് തന്നെ മരണം തൊണ്ടക്കുള്ളിലെത്തിയതിനു ശേഷമുള്ള അവിടെ മുതലുള്ള വിലാപങ്ങളെ നിഷ്ഫലമായി പോകുന്ന വിലാപങ്ങളായിട്ടാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതാണ് മരണം തൊണ്ടക്കുള്ളിലെത്തുമ്പോൾ പരാജിതനാണ് താൻ എന്ന് ബോധ്യപ്പെടുന്ന ഓരോ മനുഷ്യനും വിലപിക്കുകയാണ്, റബ്ബിലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. റബ്ബേ, എനിക്ക് അല്പസമയം ഒന്ന് നീട്ടിത്തരുമോ? എന്തിനാ റബ്ബിനോട് സമയം ചോദിക്കുന്നത്? ഫഅസ്വദ്ദഖ, റബ്ബേ ഞാൻ സ്വതക്ക ചെയ്തു കൊള്ളാം. വഅകും
മിനസ്സാലിഹീൻ. ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെല്ലാം ചെയ്ത് വിജയിച്ചവനായി റബ്ബേ നിന്റെ കോടതിയിലേക്ക് മടങ്ങാൻ എനിക്ക് അല്പസമയമൊന്ന് അനുവദിച്ചു തരുമോ എന്ന് യാചിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച അജലെത്തിക്കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമയം നീട്ടിക്കൊടുക്കുകയില്ലെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. തീർന്നില്ല. ആ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് ആരുടെ മണ്ണിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ, മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് വിലപിക്കുകയാണ്. ഫഇൻ കാനത് സ്വാലിഹാ, മരണപ്പെട്ട് കിടക്കുന്ന ആ മയ്യത്ത് കട്ടിലുള്ള മയ്യത്ത് നല്ലവനാണെങ്കിൽ ഖാലത്ത്, ആ മയ്യത്ത് പറയുന്നത് ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ. കാരണം ആ മയ്യത്ത് കേട്ടത്, ആ റൂഹ് കേട്ടത്, ആ ജനാസ കേട്ടത് സ്വർഗലോകത്തേക്കുള്ള വിളിയാളമാണ്. എന്നാൽ വഇൻ കാനത് ഗൈറ സ്വാലിഹാ, ആ മരണപ്പെട്ട വ്യക്തി നല്ലവനല്ല എങ്കിൽ ഖാലത് ലി അഹ്ലിഹാ, അതിന്റെ ബന്ധുക്കളായ ആളുകളോട് വിളിച്ചു പറയുകയാണ്, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ, എന്റെ നാശമേ എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ആ മയ്യത്തിന്റെ വിലാപം, ആ മയ്യത്തിന്റെ വിലാപം എല്ലാവരും കേൾക്കുകയാണ്. മനുഷ്യരൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങളും കേൾക്കുകയാണ്. വലൗ സമിഅൽ ഇൻസാൻ, മനുഷ്യരെങ്ങാനും ആ മയ്യത്തിന്റെ നിലവിളി കേൾക്കുമായിരുന്നുവെങ്കിൽ ലസ്വഇക, അവർ ബോധരഹിതരായി വീഴുമായിരുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇനി അതാ പരലോകത്ത് മശ്റാ മൈതാനിൽ വെച്ച് ഓരോ മനുഷ്യന്റെയും കൈകളിലേക്ക് കർമ്മരേഖകൾ കൈമാറുകയാണ്. ആ സമയത്തും അവൻ വിലപിക്കുകയാണ്, വവുദിഅൽ കിതാബ്, കർമ്മരേഖകൾ നൽകപ്പെടുന്ന സമയം ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീ, ആ കർമ്മപുസ്തകത്തിലുള്ള, ആ കർമ്മരേഖയിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് കുറ്റവാളികളായ ആളുകൾ ഭയവിഹ്വലരായി മാറുകയാണ്. വയഖൂലൂന, അവരതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യാ വൈലതനാ, ഞങ്ങളുടെ നാശമേ, മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്, ഇതെന്തൊരു കർമ്മരേഖയാണ്. ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഞാൻ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഒരു ചെറിയ കാര്യം പോലും ഇതിൽ നിന്നും ഒഴിവായിട്ടില്ലല്ലോ, ഇതെന്തൊരു കർമ്മരേഖയാണെന്ന് പറഞ്ഞുകൊണ്ട് വിരമിക്കുകയാണ്. ഇനി അതാ നരകാവകാശികളായ ആളുകൾക്ക് ഭീകരമായ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് നരകത്തിന്റെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ്. വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, നരകത്തിന്റെ വക്കിൽ അവരതാ തല താഴ്ത്തി, അവരതാ വലിയ വിഷമത്തിൽ അവർ നിൽക്കുകയാണ്. ആ സമയത്ത് അവർ പറയുന്നു, റബ്ബനാ അബ്സ്വർനാ വസമിഅനാ, റബ്ബേ ഞങ്ങളൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങളൊന്ന് കണ്ടിരുന്നുവെങ്കിൽ, ഫർജിഅനാ നഅമൽ സ്വാലിഹാ, അല്ലാഹുവേ ദുനിയാവിലേക്ക് തന്നെ ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ, ഞങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ്. ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ ദൃഢവിശ്വാസികളായി മാറിയിരിക്കുകയാണ്. നരകമുണ്ട് എന്ന കാര്യത്തിൽ ഇനി ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല. ഈ ഭീകരമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ, അതിന് കർമ്മങ്ങൾ ചെയ്യാനുള്ള കേന്ദ്രമായ ദുനിയാവിലേക്ക് തന്നെ ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ, നല്ലവരായി സ്വർഗാവകാശികളായി തിരിച്ചു വരാൻ വേണ്ടിയാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടവർ വിലപിക്കുകയാണ്. പക്ഷേ ആ സമയത്തുള്ള വിലാപവും നിഷ്ഫലമായി പോകുന്ന വിലാപമാണെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇതേ ആളുകളെ ഭീകരമായ നരകത്തിലേക്ക് എറിയുകയാണ്. ആ സമയത്തും വിലപിക്കുകയാണ്. അവർ റബ്ബിനോട് ആവശ്യപ്പെടുകയാണ്, കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, ഓരോ സംഘങ്ങളെയും നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ സഅലതുഹും ഹസനതുഹാ അലം യഅതികും നദീർ, നരകത്തിന്റെ കാവൽ ഭടന്മാരായ ആളുകൾ മലക്കുകൾ അതാ അവരോട് ചോദിക്കുന്നു, അലം യഅതികും നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, അതേ ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു. ഫകദ്ദബ്നാ
ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയാണ് ചെയ്തത്. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഅ, അല്ലാഹുവിൽ നിന്ന് ഇങ്ങനെയുള്ള യാതൊന്നും ഞങ്ങൾക്ക് അവതരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ, നിങ്ങൾ വ്യക്തമായ വടികേടിലാണെന്ന് താക്കീതുകാരായ ആളുകളോട് പറഞ്ഞു. വഖാലു, അവർ പറയുകയാണ്, ലൗ കുന്നാ നസ്മഉ വ നഅഖിലു, അന്ന് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഒന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ. മാ കുന്നാ ഫീ അസ്ഹാബിസ് സഗീർ, ആളിക്കത്തുന്ന ഭീകരമായ ഈ നരകത്തിൽ ഞങ്ങൾ ആപതിക്കില്ലായിരുന്നു എന്ന് അവരതാ വിളപിക്കുകയാണ്. ഇനി നരകത്തിൽ എത്തുകയാണ്. നരകത്തിലേക്ക് എറിയപ്പെടുമ്പോഴും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും അവർ കരയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നരകത്തിലെത്തിയതിനു ശേഷവും അവർ കരയുകയാണ്. വഹും യസ്തരിഹൂന ഫീഹാ, നരകത്തിൽ കടന്നുകൊണ്ടവർ നിലവിളിക്കുകയാണ്, ആർത്തട്ടഹസിക്കുകയാണ്. റബ്ബനാ അഖ്രിജ്നാ, റബ്ബേ നീ ഞങ്ങളെ ഒന്ന് ഇതിൽ നിന്നും പുറത്തേക്കാക്കി തരുമോ. നഅമൽ സ്വാലിഹ, നന്മകൾ ചെയ്യാൻ വേണ്ടിയാണ്. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഞങ്ങൾ ചെയ്യാൻ വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെല്ലാം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ഈ നരകത്തിൽ നിന്നും ഒന്ന് പുറത്തേക്കാക്കി തരുമോ. അവലം നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, അവരോട് അല്ലാഹുവിന്റെ ചോദ്യം, നിങ്ങൾക്കതിനുള്ള ഉംറ തന്നിരുന്നില്ലേ, അതിനുള്ള സമയം തന്നിരുന്നില്ലേ. വജാഅകുമുൻ നദീർ, നിങ്ങളിലേക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ. ഫദൂഖൂ, നിങ്ങൾ അനുഭവിക്കൂ, നിങ്ങൾ ആസ്വദിക്കൂ. ഫമാലിൽ ളാലിമീന മിൻ നസ്വീർ, ദുൽമ ചെയ്ത ആളുകൾക്ക്, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയെയും ഇവിടെ ലഭ്യമല്ല എന്ന് അവരോട് പറയപ്പെടുമെന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അങ്ങോട്ട് മരണം തൊണ്ടക്കുഴിയെത്തിയതിനു ശേഷമുള്ള വിലാപങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്ന വിലാപങ്ങളാണെന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗ്ഗലോകത്തേക്കുള്ള വിളിയാളം കേട്ടുകൊണ്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകണമെങ്കിൽ മിനിറ്റുകളും മിടിപ്പുകളും സെക്കൻഡുകളുമാകുന്ന ഈ ജീവിതത്തെയാണ് കൃത്യമായി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടത്. ദുനിയാവിൽ നമ്മളൊരു അപകടത്തിൽപ്പെട്ടാൽ, ദുനിയാവിൽ നമ്മളൊരു പ്രതിസന്ധിയിലായാൽ, എന്ത് ജീവൻ പണയപ്പെടുത്തി പോലും നമ്മളെ സഹായിക്കാൻ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ തയ്യാറാണെങ്കിൽ നാളെ ആഖിറത്തിൽ അതാ ഓരോരുത്തരും കണ്ടുമുട്ടുകയാണ്. ആരും ആരെയും മൈൻഡ് ചെയ്യാത്ത ലോകമാണത്. ഉമ്മമാർ മക്കളെ കാണുന്നുണ്ട്, മക്കൾ ഉമ്മമാരെയും ഉപ്പമാരെയും കാണുന്നുണ്ട്, സഹോദരങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. ആരും ആരെയും മൈൻഡ് ചെയ്യുകയില്ല. അതിൻ്റെ ഭീകരമായ അവസ്ഥ ഖുർആൻ വിശദീകരിക്കുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, ഒരു മനുഷ്യൻ അവൻ്റെ സഹോദരനെ കണ്ടുമുട്ടുകയാണ്. ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന ഒരേ ചോരകൾ പരസ്പരം കണ്ടുമുട്ടുകയാണ്. പക്ഷേ മൈൻഡ് ചെയ്യുന്നില്ല. വ ഉമ്മിഹി വ അബീ, മരണസമാനമായ വേദന അനുഭവിച്ച് അവനെ നൊന്തു പ്രസവിച്ച അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ അവൻ കാണുകയാണ്. ചോര നീരാക്കി വർഷങ്ങളോളം പാടുപെട്ട് പണിയെടുത്ത് അവനെ പോറ്റി വളർത്തിയ അവൻ്റെ പ്രിയപ്പെട്ട വാപ്പയെയും അവൻ കാണുകയാണ്. ആരും ഉമ്മയുടെ അടുക്കിലേക്ക് പോകുന്നില്ല, വാപ്പയുടെ അടുക്കിലേക്ക് പോകുന്നില്ല. വസ്വാഹിബതിഹി വബനീ, അവൻ്റെ പ്രിയപ്പെട്ട ഇണയെ കാണുകയാണ്. അവൻ ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്ന അവൻ്റെ പ്രിയപ്പെട്ട മക്കളെയും അവൻ കാണുകയാണ്. ഉപ്പയും ഉമ്മയും മക്കളെ തേടി പോകുന്നില്ല. ആ നിൽക്കുന്നതിൻ്റെ മോഹനാണെന്ന് തിരിച്ചറിയുന്നുണ്ട്, അതെൻ്റെ ഉമ്മയാണെന്ന് തിരിച്ചറിയുന്നുണ്ട്, ഇതെൻ്റെ വാപ്പയാണ്, ഇതെൻ്റെ പെങ്ങളാണ്, ഇതെൻ്റെ അനുജനാണ്, ഇതെൻ്റെ ജ്യേഷ്ഠനാണ്, ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആരും ആരെയും മൈൻഡ് ചെയ്യാത്ത ലോകമാണത്. ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ലോകമാണ് പരലോകം. അതുകൊണ്ടല്ലേ അമ്പിയാക്കന്മാർക്ക് പോലും അവരുടെ പ്രിയപ്പെട്ട ആളുകളെ അവർ നരകത്തിനായാൽ, അവർ നരകത്തിന് ഇന്ധനമായി മാറിയാൽ, നബിമാർക്ക് പോലും അവരുടെ പ്രിയപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഹബീബായ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, യാ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകളായ ഫാത്തിമ, സലിനി മിൻ മാലി മാ ശിഅതി, നിനക്ക് ധനമായി പണമായി വല്ലതും വേണോ മോളെ വാപ്പയോട് ചോദിക്ക്, വാപ്പ തരാം. എന്നാൽ
വഅൻകിദീ നഫ്സകി മിനന്നാർ, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ പൊന്നുമോളെ നീ തന്നെ കാക്കണേ. അവിടെ വെച്ച് വാപ്പയ്ക്ക് എന്തെങ്കിലും പ്രത്യേകമായി നേടിത്തരാൻ വാപ്പയെ കൊണ്ട് കഴിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മൂത്താപ്പയെ 32 വർഷം പ്രവാചകനെ സംരക്ഷിച്ച മൂത്താപ്പയെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ കഴിയില്ല. കാരണം ഹിദായത്ത് ലഭിക്കാതെയാണ്, ഷഹാദത്ത് കലിമ അംഗീകരിക്കാതെയാണ് പരലോകത്തേക്ക് ആ മനുഷ്യൻ യാത്രയായത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വാപ്പയെ അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. ആ വാപ്പയെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന ശൈലി ഖുർആൻ പഠിപ്പിക്കുകയാണ്. യാ അബത്തി, പൊന്നുപ്പ, ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? മാലാ യസ്മഉ, കേൾക്കാൻ കഴിയാത്ത, വലാ യുബ്സിറു, കാണാൻ കഴിയാത്ത, വലാ യുഗ്നി അൻക ശൈആ, താങ്കളുടെ വിഷയത്തിൽ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഈ കല്ലുകളെ, ഈ മരിച്ചുപോയവരെ എന്തിനാ വാപ്പ നിങ്ങൾ ആരാധിക്കുന്നത്? പൊന്നുപ്പ പൊന്നുപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട വാപ്പയെ ഉപദേശിക്കുന്നത്. ആ വാപ്പ നരകാവകാശിയായിട്ടാണ് മരിച്ചുപോയതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ്. ആ വാപ്പക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പോലും നടത്താൻ പാടില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം പ്രവാചകന് നിർദ്ദേശം നൽകുകയാണ്. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും മഹാനായ പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഭാര്യമാർ നരകാവകാശികളാണെന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അമ്പിയാക്കന്മാർക്ക് പോലും അവിടെ പ്രിയപ്പെട്ട ആളുകളെ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധ്യമല്ലെന്ന് പ്രമാണങ്ങൾ വിശദീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ പൊന്നോമന മക്കളോ നാളെ നരകത്തിന്റെ ഇന്ധനമായി മാറിയാൽ അവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഖുർആൻ വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, സ്വന്തം ശരീരങ്ങളെയും കുടുംബാംഗങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തുകൊള്ളണേ. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് മനുഷ്യരും പാറക്കല്ലുകളുമാണ്. മനുഷ്യരും പാറക്കല്ലുകളുമാണ് നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത്. ആളിക്കത്തുന്ന ഭീകരമായ നരകത്തിന്റെ വിറകെന്ന് പറയുന്നത്, ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യരുമാണ്. പ്രിയപ്പെട്ടവരെ, ആ നരകത്തിന്റെ വിറകുകളായി നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും മാറാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇവിടം മാത്രമാണ്, മരണത്തിന് മുമ്പുള്ള ഈ ജീവിതം മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരേണ്ടതുണ്ട്. നാളെ ആഖിറത്തിൽ ഒരുപാട് സാക്ഷികൾ മനുഷ്യരാരും കണ്ടില്ലെങ്കിലും, നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് മനുഷ്യരാരും സാക്ഷികളായിട്ടില്ലെങ്കിലും, നാളെ ആഖിറത്തിൽ ധാരാളക്കണക്കിന് സാക്ഷികൾ കടന്നു വരുമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മേൽനോട്ടക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ ആ ഡ്യൂട്ടി കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വ ഇന്ന അലൈക്കും ലഹാഫിളീൻ, തീർച്ചയായും മനുഷ്യരെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ചില മേൽനോട്ടക്കാരായ ആളുകളെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ പ്രത്യേകത? കിറാമൻ കാതിബീൻ, അവർ മാന്യന്മാരായ എഴുത്തുകാരാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അവർ എഴുതി വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പരലോകത്തതാ വിളിച്ചു പറയുകയാണ്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും, തൊലികൾ, കണ്ണുകൾ, കാതുകൾ, അത് ചെയ്ത തിന്മകൾ പരലോകത്ത് ഏറ്റുപറയുകയാണ്. 24-ാം അധ്യായം സൂറത്തുൻ നൂറിന്റെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ, അന്നേ ദിവസം നാവുകളും കൈകളും കാലുകളും അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് പരലോകത്ത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ അവയവങ്ങളും, ഓരോ ശരീരങ്ങളും, അങ്ങനെ അതിൻ്റെ അവയവങ്ങൾ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ, വഖാലൂ ലിജുലൂദിഹിം, സ്വന്തം അവയവങ്ങളോട്, തൊലികളോടതാ അവൻ ചോദിക്കുകയാണ്, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് സ്വന്തത്തിനെതിരെ സാക്ഷി പറയുന്നത്? പരലോകത്ത് നമ്മുടെ അവയവങ്ങൾ ഓരോന്നും അള്ളാന്റെ കോടതിയിൽ നമുക്കെതിരെ, കുറ്റവാളികളായ ആളുകളുടെ അവയവങ്ങൾ കുറ്റവാളികളായ ആളുകൾക്കെതിരെ സാക്ഷി പറയുമ്പോൾ
ആ കുറ്റവാളികളായ ആളുകൾ സ്വന്തം അവയവങ്ങളോട്, കൈകളോട്, കാലുകളോട്, കണ്ണുകളോട്, കാതുകളോട് ചോദിക്കുകയാ, ലിമ ശഹിത്തും അലൈനാ, എന്തിനാണ് നിങ്ങൾ സ്വന്തത്തിനെതിരെ തന്നെ സാക്ഷി പറയുന്നത്? വഖാലു, അവർ പറയുകയാ, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈഅ, എല്ലാ ജീവജാലങ്ങൾക്കും ആശയവിനിമയം നടത്താനുള്ള കഴിവ് നൽകി അല്ലാഹു ഇന്നിതാ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കളവ് പറയാൻ നിർവാഹമില്ല. ഇതാണ് കുറ്റവാളികളായ ആളുകളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ മറുപടി പറയുക എന്നാണ്. കളവ് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ്, ശേഷി അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കളവ് പറയാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. ഏത് ഇടത്ത് വെച്ചാണോ നാം തിന്മ ചെയ്തതെങ്കിൽ ആ സ്ഥലം അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്കെതിരെ സാക്ഷി പറയുകയാണ്. നമുക്കെല്ലാവർക്കും മനപ്പാടമുള്ള സൂറത്തു സൽസലയിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം പ്രകമ്പിച്ചാൽ, വ അഖ്റജത്തിൽ അർളു വസ്ഖാലഹാ, ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളെയെല്ലാം പുറന്തള്ളുകയും ചെയ്യുമ്പോൾ, വഖാലൽ ഇൻസാനു മാലഹാ, എന്താണ് ഭൂമിക്ക് പറ്റിയതെന്ന് ഓരോ മനുഷ്യരും ഭയവിഹ്വാലരായി ചോദിക്കുകയാണ്. അള്ളാഹു പഠിപ്പിക്കുന്നു, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നേ ദിവസം ഭൂമി അതിൽ നടന്ന വർത്തമാനങ്ങളെല്ലാം പറയുകയാണ്. ബിഅന്ന റബ്ബക ഔഹാലഹാ, എപ്പോഴാണോ ഭൂമിയുടെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ഭൂമിക്ക് നിർദ്ദേശം നൽകുന്നത്, ആ സമയത്തതാ ഭൂമി സംസാരിക്കുകയാണ്. നമ്മൾ വാതിലൊക്കെ കുറ്റിയിട്ട് അല്ലേ അള്ളാഹു നിഷിദ്ധമാക്കിയ ചില കാഴ്ചകൾ കണ്ട് ആനന്ദിക്കുന്നവരാണെങ്കിൽ, അതുപോലെ തന്നെ ലഹരി ആൾക്കൂട്ടങ്ങൾക്കിടയിൽ വെച്ചാണെങ്കിലും സ്വകാര്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും, ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പലിശ ഇടപാടുകൾ നാട്ടുകാരറിയാതെ, മഹല്ല് നിവാസികൾ അറിയാതെ, തൻ്റെ കുടുംബക്കാരറിയാതെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വളരെ രഹസ്യ സ്വഭാവത്തിൽ നാം ചെയ്താലും, ഏത് സ്ഥലത്ത് വെച്ചാണോ നാം ആ തിന്മ ചെയ്തതെങ്കിൽ ആ സ്ഥലമതാ പരലോകത്ത് കോടാനക്കോടി മനുഷ്യരുടെ മുമ്പാകെ അവയെല്ലാം വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീൻ, ആളുകളെ കബളിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു തിന്മയും ചെയ്യാൻ നമുക്ക് സാധ്യമല്ല എന്ന തിരിച്ചറിവോടെ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം. കണ്ണിന്റെ കള്ളനോട്ടങ്ങളെ പോലും അറിയുന്നവനാണവൻ. ഹൃദയാന്തരങ്ങളിൽ നാം ഒളിപ്പിച്ചു വെക്കുന്ന നമ്മുടെ സ്വകാര്യതകൾ വരെ കൃത്യമായി അറിയാൻ കഴിയുന്നവനാണ് റബ്ബെന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, രഹസ്യ ജീവിതത്തിൽ പരസ്യ ജീവിതത്തിലും ഒരുപോലെ അള്ളാഹനെ ഭയന്നുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും പരലോകത്ത് വിചാരണയുണ്ടാകും. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുക നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചാണ്, ഈമാനിനെ സംബന്ധിച്ചാണ്. ഈമാനിന്റെ മേഖലയിൽ ആ വിചാരണയിൽ നമ്മൾ പരാജിതരായാൽ പിന്നെ ബാക്കിയുള്ള നമ്മുടെ നന്മകളെല്ലാം, ആത്മാർത്ഥമായി ചെയ്ത ഒരുപാട് സേവനങ്ങൾ ഉണ്ടാകും, ഇബാദാത്തുകൾ ഉണ്ടാകും, അതെല്ലാം ബാത്തിലാകും. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ മൗലവി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നന്മകളെയെല്ലാം ശിർക്ക് തകർത്ത് കളയുമെന്നാണ്. തൗഹീദിന്റെ സംസ്ഥാപനത്തിനും ശിർക്കിന്റെ വിഭാടനത്തിനും വേണ്ടി കടന്നു വന്ന ആദരവായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഗൗരവമേറിയ താക്കീത്, ലഇൻ അശ്റക്ത, പ്രവാചകരെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതുന്ന അമലുക്, താങ്കളുടെ അമലുകളെല്ലാം ബാത്തിലായി പോകും, വലതകൂനന്ന മിനൽ ഖാസിരീൻ, പരലോകത്ത് നഷ്ടക്കാരിൽ താങ്കൾ ഉൾപ്പെട്ടു പോകും. ആരോടാ പറയുന്നത്? അള്ളാന്റെ റസൂലിനോട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തവനായതുകൊണ്ടല്ല, അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ശിർക്ക് ചെയ്യുന്നതെങ്കിലും ആ പ്രവാചകൻ അമലുകളെല്ലാം ബാത്തിലാക്കി കളയും എന്നതാണ്. എല്ലാവരുടെയും അമലുകൾ നിഷ്ഫലമാക്കി കളയും ശിർക്ക് സംഭവിച്ചാൽ. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗലോകത്തെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഫമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്, അവന്റെ സങ്കേതം നരകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഒരു ചെറിയ ശിർക്കിന്റെ കണിക പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. തൗഹീദുള്ള ആളുകളിലേക്ക് തന്നെയാണ് ശിർക്ക് കടന്നു വന്നിട്ടുള്ളത്. തൗഹീദുള്ള ആളുകളിലേക്ക് ഒരിക്കലും ശിർക്ക് കടന്നു വരികയില്ല എന്ന് ഉറപ്പിക്കാൻ ആർക്കും കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പ്രബോധനം ചെയ്ത് വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, മരിച്ചുപോയ മഹാന്മാരെ ആരാധിച്ചിരുന്ന ആളുകളെയൊക്കെ തൗഹീദുള്ള ആളുകളാക്കി, ഏകദൈവാരാധകരാക്കി മാറ്റി. ഒരു മാസക്കാലത്തേക്ക്, ഒരു 40 ദിവസത്തേക്ക് സീനാ താഴ്വരയിലേക്ക് തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ശബ്ദമുണ്ടാക്കുന്ന ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും ഇതാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞപ്പോൾ അള്ളാനെ മാത്രം ആരാധിച്ചിരുന്ന പലരും ആ പശുക്കുട്ടിയെ, ആ രൂപത്തെ ആരാധിക്കുന്നതിലേക്ക് വരികയാണ്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്, ആ സമൂഹത്തിൽ തൗഹീദിൽ നിന്നും ശിർക്കിലേക്ക് പോയ ആ മനുഷ്യർ അവിടെ ആദർശം നഷ്ടപ്പെടുത്തുമ്പോൾ അവർക്കിടയിൽ ഒരു പ്രവാചകൻ ഹയാത്തിലുണ്ട്, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം. 2 പ്രവാചകന്മാർ ഒരേ നാട്ടിൽ ഒരുമിച്ചായിരുന്നു തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറിയിരുന്നത്. ആ 2-ൽ ഒരാൾ ഒരു മാസക്കാലത്തേക്ക് ആ നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴത്തേക്ക് അള്ളാഹനെ മാത്രം ആരാധിച്ചിരുന്ന മനുഷ്യർ രൂപങ്ങളെ ആരാധിക്കുന്നതിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ജാഗ്രത പാലിക്കണം ആ വിഷയത്തിൽ. എത്രയോ ആളുകൾ, അല്ലാഹുവല്ലാത്ത ചില ആളുകൾ മരിച്ചുപോയ മഹാന്മാരായ ആളുകളോട് തേടാൻ ആഹ്വാനം ചെയ്യുമ്പോൾ വേറെ ചില ആളുകൾ ജിന്നിനോടും മലക്കിനോടും തേടിയാൽ ശിർക്കാകുകയില്ല എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു വിഭാഗം ആളുകൾ മുഹീദ്ദീൻ ശൈഖിനോടും ബദരീങ്ങളോടും ഉഹ്ദീങ്ങളോടും ഒക്കെ വിളിച്ചു തേടാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വരികൾ, ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിലെ ബാഗ്ദാദ് പട്ടണത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് റഹിമഹുള്ളയോട് നേർക്കുനേരെ ഇവിടെ നിന്ന് ദുആ ചെയ്യാൻ വിളിച്ചു തേടാൻ ആളുകൾ ആഹ്വാനം ചെയ്യുകയാണ്. വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. അള്ളാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ആരെന്നെ വിളിച്ചാലും അവന്റെ പ്രാർത്ഥന തീരുന്നതിന് മുമ്പായി അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് മുഹീദ്ദീൻ മാലയിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം അങ്ങനെ പഠിപ്പിച്ചതല്ല, അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ എഴുതി തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഖബറാളികളോട് തേടാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേർക്ക് നേരെ പ്രാർത്ഥിക്കുന്ന വരികൾ മങ്കൂസ് മൗലിദിൽ നമുക്ക് കാണാൻ കഴിയും. ഇർതകബ്തു അലൽ ഖാത്വാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരായവരെ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളുടെ വിഷയത്തിൽ ഞാനിതാ താങ്കളോട് ആവലാതി ബോധിപ്പിക്കുകയാണ്. കൃത്യമായി ഖുർആൻ പഠിപ്പിച്ച 100 കണക്കിന് ആയത്തുകൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണ് മങ്കൂസ് മൗലിദിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഇതെല്ലാം തെറ്റാണ്, ഇതെല്ലാം ശിർക്കാണെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ജിന്നിനോട് തേടിയാൽ ശിർക്കാകുന്നതുമുണ്ട് ശിർക്കാകാത്തതുമുണ്ട് എന്ന് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിടത്ത് തൗഹീദി പ്രഭാഷണം നടത്തിയാൽ ജിന്നിനോടും തേടാൻ പാടില്ല, മലക്കിനോടും പാടില്ല, അതുപോലെ തന്നെ പ്രവാചകന്മാരോടും ഔലിയാക്കന്മാരോടും ഒന്നിനോടും തേടാൻ പാടില്ല, റബ്ബിനോട് മാത്രമേ തേടാവൂ എന്ന് പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അതിന് മറുപടി പറയുന്നത് ജാറങ്ങളിലേക്ക് പോകുന്നത് തെറ്റാണ്, അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും തേടുന്നത് ശിർക്കാണ് എന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് തന്നെ ജിന്നിനോട് തേടിയാൽ ശിർക്കാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്ന് തൗഹീദി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 തവണ നമ്മളെ കൊണ്ട് അല്ലാഹു പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായാർത്ഥന നടത്തൂ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് 17 തവണ നിർബന്ധമായും പറഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബിന് വാക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മുസൽമാനാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ അത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക്, വിശ്വാസ വൈകല്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം റബ്ബിനോട്, തൗഹീദിൽ അടിയുറച്ചു നിൽക്കാൻ, അവസാന ശ്വാസം വലിക്കുന്നത് വരെയും റബ്ബിനോട് മാത്രം തേടുന്ന ആളുകളായി മാറാൻ, നമ്മുടെ മക്കളെ ആ തരത്തിൽ മാറ്റിയെടുക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ അവരുടെ മക്കൾ റബ്ബിനെ
റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ആളുകളായി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്രവാചകന്മാർ അവിടെ പൊന്നോമന മക്കളോട് മരണാസന്നരായി കിടക്കുന്ന സമയത്ത് എന്റെ കാലശേഷം ആരെയാണ് മക്കളെ നിങ്ങൾ വിളിച്ചു തേടുക എന്ന് ചോദിച്ച രംഗങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് തൗഹീദ് എന്താണ് എന്ന്, അല്ലാഹു ആരാണ് എന്ന് കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ നമുക്കുണ്ട്. ആ വിഷയത്തിലാണ്, റബ്ബുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആദ്യത്തെ വിചാരണ നടക്കുക. ആ വിചാരണയിൽ പരാജിതരായാൽ പിന്നീട് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ബാത്തിലായി പോകുമെന്നാണ് പ്രമാണങ്ങൾ വിശദീകരിക്കുന്നത്. വിശ്വാസ മേഖല കഴിഞ്ഞാൽ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണക്കെടുക്കുന്നത് ആരാധനകളുടെ വിഷയമാണ്. അതിൽ തന്നെ ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദ് യൗമൽ ഖിയാമ മിൻ അമലിഹി സ്വലാത്തു. കർമ്മങ്ങളുടെ വിഷയത്തിൽ ആദ്യമായി അല്ലാഹു വിചാരണക്കെടുക്കുക നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫഇൻ സ്വലഹത സ്വലഹ സായിറു അമലിഹി. നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ വിജയിച്ചാൽ ബാക്കിയുള്ള അമലുകളെല്ലാം നന്നായി തീരും. ഫഇൻ ഫസദത് ഫസദ സായിറു അമലിഹി. നമസ്കാരത്തിന്റെ വിചാരണയിൽ അവൻ പരാജിതനായാൽ അവന്റെ ബാക്കിയുള്ള ഇബാദത്തുകളെല്ലാം ബാത്തിലായി പോകുമെന്നാണ്. നമസ്കാരത്തിന്റെ വിചാരണയിൽ നമ്മൾ പരാജയപ്പെട്ടു. എന്നാൽ ആ പരാജയപ്പെട്ടവൻ വളരെ ആത്മാർത്ഥമായി ഹജ്ജ് ചെയ്തവനാണ്. ഒരു നോമ്പ് പോലും വിടാതെ ആത്മാർത്ഥമായി 13 14 മണിക്കൂറുമൊക്കെ തുടർച്ചയായി വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് നോമ്പ് നോറ്റവനാണ്. പക്ഷേ ആ നോമ്പും അവൻ ചോരനീരാക്കി അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് സ്വതക്ക കൊടുത്ത സ്വതക്കകളും അവന്റെ ഹജ്ജും ഉംറയും ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. എന്തേ കാരണം? നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവൻ പരാജയപ്പെട്ടു. അതിൽ പരാജയപ്പെട്ടാൽ ബാക്കിയുള്ളതെല്ലാം അല്ലാഹു ബാത്തിലാക്കി കളയും എന്നാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 5 നേര നമസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കാൻ, കൃത്യത വരുത്താൻ നമുക്ക് സാധിക്കേണ്ടത്. ഇസ്ലാമിൽ ഏറ്റവും ഹൈറായ കാര്യം ഏതാണ് എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി നമസ്കാരം അതിന്റെ ആദ്യ സമയത്തു തന്നെ നിർവഹിക്കലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെയൊക്കെ വിഷയത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് ഈ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പള്ളികളിലൊക്കെ ക്യാമ്പസുകൾ നിറഞ്ഞു നിൽക്കുന്ന പല മേഖലകളിലും അവിടുത്തെ പള്ളിയിൽ ജമാഅത്തിന് യൂണിഫോം ധരിച്ച കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. യൂണിഫോം ധരിച്ച കുട്ടികൾ 10,000 ആയിരക്കണക്കിന് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാന്റെ വീട്ടിലേക്ക് ജമാഅത്തിന് പോകുന്ന മക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന, നമ്മുടെ നാടുകളിലുള്ള പള്ളികളിൽ, അള്ളാന്റെ വീടുകളിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ, കൗമാരക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് വളരെ വ്യവസ്ഥാപിതമായി എല്ലാ ചൊവ്വാഴ്ചയും മഗ്രിബ് നമസ്കാരാനന്തരം നമ്മുടെ മദ്രസയിൽ വെച്ച് നടക്കുമ്പോൾ അതിൽ 15 പേർ മാത്രമാണ് പങ്കെടുക്കുന്നത് പറഞ്ഞാൽ അള്ളാന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും സഹോദരങ്ങളെ. ആ 15 പേരിൽ തന്നെ 30 വയസ്സിന് താഴെ പ്രായമുള്ള, 40 വയസ്സിന് താഴെ പ്രായമുള്ള എത്രയാളുകൾ ഉണ്ടാകും എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട വിഷയമാണ്. ഇതിന്റെ ഗൗരവം നമ്മുടെ മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങളെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. കുടുംബസമേതം ഖുർആൻ മജ്ലിസിലേക്ക് കടന്നു വന്നിരിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തേ കാരണം? നമുക്ക് എന്താണോ അതിൽ നിന്നും എന്തൊരു നേട്ടമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ നേട്ടങ്ങൾ എൻ്റെ കുടുംബത്തിലെ ഓരോ മെമ്പർമാർക്കും ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മജ്ലിസിൽ നമ്മൾ ഇരുന്നാൽ അതിന്റെ മഹത്വം എത്രയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അല്ലാഹുവിന്റെ ഭവനങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു സംഘം ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയും യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം പാരായണം ചെയ്യുകയും വയതദാറസൂനഹു ബൈനഹും, അതിനെക്കുറിച്ച് പരസ്പരം ചർച്ച നടത്തുകയും ചെയ്താൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. വഗശിയതുഹുർ റഹ്മ, കാരുണ്യം അവരെ വലയം ചെയ്യുന്നതാണ്. വഹഫതുഹുൽ മലായിക, റഹ്മത്തിന്റെ മാലാഖമാർ അവരെ വലയം ചെയ്യുന്നതാണ്. അവർക്ക് വേണ്ടി, റഹ്മത്തിന് വേണ്ടി മലക്കുകൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർന്നില്ല. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അല്ലാഹുവിന്റെ അടുക്കലുള്ള മുഖറബീകളായ മലക്കുകൾ അവരുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് സന്തോഷം
സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുമെന്ന് ഹബീബുന നബിയുന മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നാളെ ആഖിറത്തിൽ ആരാരും രക്ഷകരായി കടന്നു വരാനില്ലാത്ത ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാ, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ ധാരാളമായി പാരായണം ചെയ്യണേ, വിശുദ്ധ ഖുർആനുമായി അതിശക്തമായ ബന്ധം സ്ഥാപിക്കണേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ആ ഖുർആനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് അനുകൂലമായി ശുപാർശ പറയാൻ നാളെ ആഖിറത്തിൽ വിശുദ്ധ ഖുർആൻ കടന്നു വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശഫാഅത്ത് ഉമ്മമാരെ നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരാ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്കും പേരമക്കൾക്കും ഉണ്ടാകണം. നമ്മുടെ ഇണകൾക്ക്, നമ്മുടെ തുണകൾക്ക് അത് കിട്ടണം, നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് അത് കിട്ടണം, നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാർക്ക്, നമ്മുടെ പ്രിയപ്പെട്ട ആദർശ ബന്ധുക്കൾക്ക് എല്ലാവർക്കും ആ ശഫാഅത്ത് ലഭിക്കണം. അതിനെന്ത് വേണം? ഖുർആനുമായി അവർ ബന്ധം പുലർത്തണം. ഉമ്മ ഖുർആനുമായി ബന്ധം പുലർത്തിയത് കൊണ്ട് മകന് രക്ഷപ്പെടാൻ കഴിയില്ല. വാപ്പ നല്ലവനായതുകൊണ്ട് മക്കൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളി മിനാരങ്ങളിലൂടെ അവൻ കേൾക്കുകയാ, ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന മനോഹരമായ വിളിയാളം കേൾക്കുമ്പോൾ പ്രായമേറെയായ, കാലുകൾക്ക് ബലം കുറഞ്ഞുപോയ, കാലുകൾ നീര് വന്ന് നടക്കാൻ ബുദ്ധിമുട്ടുന്ന വല്ലിപ്പമാരതാ ആ വിളിക്കുത്തരം നൽകി അള്ളാന്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാരും കൗമാരക്കാരുമായ ആളുകൾ അവരതാ ക്ലബ്ബുകളിലും അങ്ങാടികളിലും ഗ്രൗണ്ടുകളിലും ഒഴിഞ്ഞ പറമ്പിലും ഒക്കെ പോയിരിക്കുമ്പോ ആ വെല്ലിപ്പ നടന്നു പോയതിന്റെ പ്രതിഫലം ആ മക്കൾക്ക് ലഭിക്കുകയില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾ ചെയ്താൽ, നമ്മുടെ കുടുംബാംഗങ്ങൾ ചെയ്താൽ ഓരോരുത്തരും ചെയ്തതാണ് അവർക്ക് ലഭിക്കുക. അതുകൊണ്ട് ഉമ്മമാർ ഉപ്പമാർ ഖുർആൻ ക്ലാസ്സിൽ വന്നതുകൊണ്ട്, ഉപ്പമാർ ഉമ്മമാർ ദീനി രംഗത്ത് പ്രവർത്തിച്ചതുകൊണ്ട് മക്കൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നാളെ ആഖിറത്തിൽ നരകത്തിന്റെ ഇന്ധനമായി വിറകുകളായി ആ മക്കൾ മാറിയാൽ അവരതാ ആവശ്യപ്പെടുന്നത്, പ്രിയപ്പെട്ട മാതാപിതാക്കളടക്കമുള്ള ആളുകളെയാണ് ആവശ്യപ്പെടുന്നത്, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, അല്ലാഹുവേ ഞങ്ങൾ ദലാലത്തിലാവാൻ കാരണക്കാരായി വർത്തിച്ച ജിന്നു വർഗത്തിൽപ്പെട്ട മനുഷ്യവർഗത്തിൽപ്പെട്ട ആളുകളെ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒന്നിട്ട് തരുമോ? എന്തിനാണ് അവർ ആവശ്യപ്പെടുന്നത്? മാതാപിതാക്കടക്കമുള്ള ആളുകളെ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? നജ്അൽഹുമാ തഹത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ, ഞങ്ങളുടെ കാൽപാദങ്ങൾക്കടിയിലിട്ട് അവരെ ഒന്ന് ചവിട്ടി മതിക്കട്ടെ, അതിന് ഞങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ഇട്ട് തരുമോ? അപ്പൊ ഉപ്പമാരും ഉമ്മമാരും, ഇപ്പൊ നമ്മളൊക്കെ രക്ഷിതാക്കളാണല്ലോ പലരും. ആരാ രക്ഷിതാവ്? രക്ഷിതാവ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? രക്ഷിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. അപ്പൊ ഉപ്പമാരും ഉമ്മമാരും മക്കളെ രക്ഷിക്കുന്നവരാണ്, രക്ഷിക്കേണ്ടവരാണ്. എവിടെ നിന്ന് എവിടേക്ക് രക്ഷപ്പെടുത്തണം? നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തണം. അങ്ങനെയുള്ള നല്ല ഉമ്മമാരായി, നല്ല ഉപ്പമാരായി മാറാൻ നമുക്ക് കഴിയണം. ഖുർആൻ ഒരു മാതൃക പിതാവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്, ലുക്മാൻ. ആ പിതാവിന്റെ പേരാണ് ഒരു അധ്യായത്തിനുള്ളത്, സൂറത്തുൽ ലുക്മാൻ. ആ പിതാവ് മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യാ ബുനയ്യ, പുന്നാരമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് ഏറ്റവും വലിയ ളുൽമാണ്. അങ്ങനെ ഓരോ ഉപദേശങ്ങൾ നൽകുമ്പോൾ ആ മകനോട് നമസ്കരിക്കാൻ വാപ്പ പറയുകയാണ്. വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കണം മോനെ. വൻഹ അനിൽ മുൻകർ, നീ തിന്മ വിരോധിക്കണം മോനെ. വലാ തുസഗിർ ഖദ്ദക ലിന്നാസ്, ജനങ്ങൾക്ക് നേരെ നിന്റെ കവിൾ നീ കൊട്ടരുത്. വലാ തംശി ഫിൽ അർളി മറഹാ, അഹങ്കാരത്തോടെ നീ ദുനിയാവിൽ നടന്നു നീങ്ങരുത്. ഇങ്ങനെ പരലോകത്ത് രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണോ അതെല്ലാം ആ മകന് ഉപദേശം കൊടുക്കുകയാണ്. തൗഹീദ് പ്രബോധനം ചെയ്യേണ്ട, അള്ളാന്റെ ദീന് പ്രബോധനം ചെയ്യേണ്ട ബാധ്യത മോനെ നിനക്കുണ്ട്. നന്മ കൽപ്പിക്കണം നീ, തിന്മ വിരോധിക്കണം നീ, ഇതെല്ലാം അവന്റെ ഡ്യൂട്ടിയാണെന്ന് വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്. ഉപ്പമാരെ ഉമ്മമാരെ നമ്മുടെ മക്കളോട് പറയണം, MSMലെ അംഗമാകാൻ, ISMന്റെ പ്രവർത്തകനായി മാറാൻ മോനെ ഇത് നിന്റെ ഡ്യൂട്ടിയാണ്. ഏതെങ്കിലും ഒന്നോ രണ്ടോ ചെറുപ്പക്കാരുടെ മാത്രം ബാധ്യതയല്ല.
ഇവിടെ വളരെ സന്തോഷമാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്യുവാനും അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങൾക്കും ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്, വലിയ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ചെറുപ്പക്കാരോടൊപ്പം ആ വിദ്യാർത്ഥികളോടൊപ്പം ഒരുപാട് തിരക്കുള്ള ആളുകളാണ്. പലരും പലയിടങ്ങളിലും ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഈ ഒരു ദഅവ പ്രവർത്തനത്തിന്റെ ഈ ദഅവത്തിന്റെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് പലരും അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ നല്ല മനസ്സുള്ള, നാട് നന്നാവണം, നാട്ടുകാരിലേക്ക് ദീനെത്തണമെന്ന ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു സംഘം, ചെറു സംഘം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ പറഞ്ഞയക്കണം. അത് ബാധ്യതയാണ്. നാളെ ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ. സൂറ ആലു ഇമ്രാൻ 104-ാം വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു ഉത്തമ സമൂഹം നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അവർ നന്മ കൽപ്പിക്കുന്നവരാണ്, അവർ തിന്മ വിരോധിക്കുന്നവരാണ്. ഈ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവരാണ് നാളെ പാരത്രികമായ ലോകത്ത് വിജയിക്കുന്ന വിശ്വാസികളായ ആളുകളെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പരലോകത്ത് മുഫ്ലിഹുകളാകണോ, നമ്മുടെ മക്കൾ വിജയിക്കുന്നവരിൽ ഉൾപ്പെടണമോ, അവർ നന്മ കൽപ്പിക്കേണ്ടതുണ്ട്, അവർ തിന്മ വിരോധിക്കേണ്ടതുണ്ട്. പലപ്പോഴും രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ദുനിയാവിലെ ചെറിയ വിജയങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലേ? അവരെഴുതുന്ന പരീക്ഷയിൽ 10ാം ക്ലാസ്സിലും അതുപോലെ +1-നും +2-നും ഡിഗ്രിക്കും PGക്കും ഒക്കെ എന്ത് ചെയ്യണം? അവർ വിജയിക്കണം. ഒരു മത്സര പരീക്ഷ എഴുതുമ്പോൾ, ഒരു PSC എഴുതുമ്പോൾ അതിൽ ആദ്യ റാങ്കിൽ, ജോലി കിട്ടാൻ സാധ്യതയുള്ള റാങ്കിൽ എൻ്റെ കുട്ടി ഉൾപ്പെടണം. അതിനുവേണ്ടി എത്ര പണം ചെലവഴിക്കാനും, ആ വിജയത്തിനു വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യാനും, അതിനുവേണ്ടി ടെൻഷൻ അടിക്കാനും കരയാനും ഒക്കെ മാതാപിതാക്കൾ തയ്യാറാണ്. എന്നാൽ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലുള്ള ഏറ്റവും വമ്പിച്ച വിജയമുണ്ടല്ലോ, ദാലിക്കൽ ഫൗസുൽ അലീം, ഏറ്റവും വമ്പിച്ച വിജയം എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ആ സ്വർഗ്ഗലോകത്തേക്കുള്ള പ്രവേശനമുണ്ടല്ലോ, ആ വിജയമുണ്ടല്ലോ, ആ വിജയിക്കുന്നവരിൽ നമ്മുടെ മക്കൾ ഉണ്ടാകണമെങ്കിൽ ഖുർആൻ പഠിക്കുന്ന മക്കളാകണം അവർ, ഖുർആൻ ഓതുന്ന മക്കളാവണം അവർ, അല്ലാഹുവിന്റെ വീടുമായി, അല്ലാഹുവിന്റെ പള്ളിയുമായി അതിശക്തമായ ബന്ധം പുലർത്തുന്ന മക്കളായി മാറണം. അല്ലാഹുവിന്റെ സുന്ദരമായ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിൽ മുൻനിരയിലുണ്ടാകണം. ആകാശത്തിന് ചുവട്ടിൽ, ഭൂമിക്ക് മുകളിൽ വെച്ച് ഒരു മനുഷ്യന് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മയായി ഖുർആൻ പഠിപ്പിച്ചതല്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ വേറെ ആരാണുള്ളത്? വഅമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ആർജവത്തോടെ അഭിമാനബോധത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയുകയും ചെയ്യുന്നവനേക്കാൾ നല്ല വർത്തമാനം പറയുന്നവൻ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദഅവത്ത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ മക്കൾ നാളെ നരകത്തിന് ഇന്ധനമായി മാറാതിരിക്കണമെങ്കിൽ പള്ളിയുമായി, അല്ലാഹുവിന്റെ ദീനുമായി, ഖുർആനുമായി, ദഅവാ പ്രവർത്തനങ്ങളുമായി അവർക്ക് ബന്ധമുണ്ടാകണം. അത് ഉറപ്പിക്കേണ്ട ഉത്തരവാദിത്വം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്കാണ്. നമ്മുടെ മക്കൾ ദീനിയായിട്ടാണ് ജീവിക്കുന്നത്, അള്ളാന്റെ ഖുർആനുമായി, പള്ളിയുമായിട്ടൊരു ബന്ധമുണ്ട് എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നമ്മുടെ പെൺമക്കളുടെ വേഷവിധാനത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസാഉൻ കാസിയാത്തുൻ അരിയാത്ത്, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചവരാണ്, പക്ഷേ അവർ നഗ്നകളാണ്, വസ്ത്രം ധരിക്കാത്തവരെ പോലെയാണ്. ലാ യദ്ഖുൽനൽ ജന്നത റീഹഹാ, അവർക്ക് സ്വർഗത്തിന്റെ പരിമളം അനുഭവിക്കാനുള്ള ഭാഗ്യം പോലും ലഭിക്കുകയില്ല. അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല, അതിന്റെ പരിമളം അനുഭവിക്കാൻ, ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഇസ്ലാമികമായ വേഷം സ്വീകരിച്ചാണ് നമ്മുടെ പെൺമക്കൾ വീട് വിട്ടിറങ്ങുന്നത് എന്ന് ഉറപ്പിക്കാൻ ഉപ്പമാരെ, ഉമ്മമാരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ വിവാഹത്തിന്റെ വേളകൾ, വിവാഹവേദികളിൽ നിന്ന് ആഭാസകരമായ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആകെ ഇസ്ലാമികം എന്ന് പറയാൻ പല വിവാഹങ്ങളിലും കഴിയുന്നത് ആ നിക്കാഹിന്റെ കരാറ് മാത്രം.
അതിന് തൊട്ട് മുമ്പ് ഒരു എൻട്രി സോങ് ഉണ്ട്. പുതിയാപ്പിള ഇങ്ങനെ കയറി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, 2-3 കൂട്ടുകാർ ഓടി വന്ന് പെട്ടെന്ന് വന്ന് എന്ത് ചെയ്യും, ഒരു 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 സോങ് ഇടുകയാണ്. എന്തിനാണത്? നല്ല മുട്ടും പാട്ടൊക്കെ ഉള്ള, അവർക്ക് തുള്ളിക്കളിക്കാനുള്ള ഒരു പാട്ടൊക്കെ ഇട്ട് എന്ത് ചെയ്യാണ്, എൻട്രി സോങ്. ഒരു വലിയ ഇബാദത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ അള്ളാഹു ഏറെ വെറുപ്പുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് കടന്നു വരുന്നത്. അതുപോലെ തന്നെ നിക്കാഹ് കഴിഞ്ഞ ഉടൻ പിന്നെ മുട്ടും പാട്ടും കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, അരങ്ങ് തകർക്കുകയാണ്. നമസ്കാരത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, ഇസ്ലാമികമായ വേഷമില്ല, പല രൂപത്തിലും അള്ളാഹുന് വെറുപ്പുള്ള ചെകുത്താന്മാർക്ക്, പിശാചുക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനങ്ങളാണ് പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മകന് കല്യാണം ആലോചിക്കുമ്പോൾ, മകൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ, കല്യാണമൊക്കെ തീരുമാനമായി നടപ്പിലാക്കുമ്പോൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് അള്ളാഹു നൽകിയ റിസ്കിൽ നിന്നും, അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്നും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് റബ്ബ് നൽകിയ അനുഗ്രഹത്തെ വിനിയോഗിക്കുന്നത് എങ്കിൽ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ പ്രയാസം അനുഭവിക്കേണ്ടി വരും. ബഹുമാനായ സഹോദരൻ സൂചിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, ഏത് വിഷയത്തിലാണ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ധനം ചെലവഴിച്ചത് എന്ന് നാളെ ആഖിറത്തിൽ അള്ളാഹു ചോദിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ മുമ്പിൽ, അള്ളാന്റെ ചോദ്യത്തിന് മുമ്പിൽ നമുക്ക് ഉത്തരങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമുക്ക് സാധ്യമായാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടെ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അവിടെ പരാജയപ്പെട്ടാൽ പിന്നീട് വിജയിക്കാൻ നമുക്ക് അവസരമില്ല. ദുനിയാവിൽ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ പിന്നീട് വിജയിക്കാൻ നമുക്ക് അവസരമുണ്ട്. ഒരു കച്ചവടക്കാരൻ ഒരു ബിസിനസ്സിൽ പരാജിതനായാൽ അള്ളാഹു ദീർഘായുസ് നൽകുന്നുവെങ്കിൽ അടുത്ത അവസരങ്ങളിൽ അവന്റെ നഷ്ടം നികത്തി വലിയ ഭീമമായ ലാഭത്തിലേക്ക് എത്താൻ അവനവസരമുണ്ട്. എന്നാൽ അള്ളാഹു നടത്തുന്ന പരീക്ഷയിൽ നാം പരാജിതരായാൽ, റബ്ബ് നടത്തുന്ന വിചാരണയിൽ നമ്മൾ പരാജിതരായാൽ പിന്നീട് വിജയിക്കാൻ നമുക്ക് അവസരമില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നരകത്തിന്റെ ഭീകരമായ അവസ്ഥ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അത് തലയോട്ടി പോലും ഉരിച്ചു കളയുന്ന ഭീകരമായ നരകാഗ്നിയാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുകയാണ്. ഖുർആൻ വിശദീകരിച്ചു തരികയാണ്. അവിടുത്തെ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് തീക്കനൽ കൊണ്ടുള്ള ചെരുപ്പ് ധരിക്കാൻ തരലാണ്. ആ ചെരുപ്പ് ധരിച്ചാലാകട്ടെ ആന്തരികാവയവങ്ങൾ വരെ ഉരുകി ഒലിച്ചു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ച് അതിലേക്ക് വിരലിന്റെ തുമ്പ് ഏതാനും സെക്കൻഡുകൾ പോലും പിടിച്ചു വെക്കാൻ കഴിയാത്ത, ആ മെഴുകുതിരിയുടെ ആ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത ആളുകളാണ് നമ്മളെങ്കിൽ ആളിക്കത്തുന്ന ഭീകരമായ നരകത്തിലെ ശിക്ഷകൾ എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക? രക്ഷപ്പെടണം, നമുക്ക് നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം, കുടുംബാംഗങ്ങൾ രക്ഷപ്പെടണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നിരന്തരമായി റബ്ബിനോട്. അതിനുള്ള വലിയ ഒരു സുവർണാവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് വരാനിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പുണ്യങ്ങളുടെ പെരുമഴക്കാലമായ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകുകയായി. പ്രിയപ്പെട്ടവരെ, നോമ്പ് നോൽക്കുകയും നോമ്പ് അല്ലാഹു കബൂൽ ചെയ്യുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ ചെറുപാപങ്ങളും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബ, വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമളാനിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ ചെറുപാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. മൻ കാമ റമളാന ഈമാനം വഹ്തിസാബ, വിശ്വാസത്തോടു കൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും റമളാനിൽ ആരെങ്കിലും രാത്രി നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നാണ്. അങ്ങനെ പാപങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാനുള്ള മനോഹരമായ ഒരു അവസരമാണ് വരാനിരിക്കുന്നത്. പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ ആ പുണ്യദിനങ്ങളെ ഉപയോഗപ്പെടുത്താൻ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമ്മൾ കാത്തിരിക്കുക. സ്വഹാബിമാർ റമളാൻ വരുന്നതിൻ്റെയും 6 മാസങ്ങൾക്ക് മുമ്പ് റമളാനിനെ സ്വീകരിക്കാൻ, റമളാനിനെ ഉപയോഗപ്പെടുത്താൻ തൗഫീക്കിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആ പുണ്യ റമളാനിനെ സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ നമ്മൾ നോമ്പ് നോൽക്കുകയും ആ നോമ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുകയും ചെയ്താൽ സ്വീകാര്യയോഗ്യമായ നോമ്പ് നിർവഹിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടാൻ നമുക്ക് സാധ്യമായാൽ സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. അതിലൊരു വാതിലിന്റെ പേരാണ് റയ്യാൻ. ആ റയ്യാൻ കവാടത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് അതിന്റെ കാവൽ ഭടന്മാരായ മലക്കുകൾ വിളിച്ചു ചോദിക്കുമെന്നാണ്. ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ,
നോമ്പുകാരായ ആളുകൾ എവിടെയാണ്? അങ്ങനെ മലക്കുകൾ വിളിച്ചു ചോദിക്കുമ്പോ നഹ്നു സ്വായിമൂൻ, ഞങ്ങളാണ് യഥാർത്ഥ നോമ്പുകാരായ ആളുകൾ എന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ റയ്യാൻ വാതിലിലൂടെ സ്വർഗ്ഗലോകത്തേക്ക് പ്രവേശിക്കുമ്പോ ആ കൊച്ചു സംഘത്തിൽ കണ്ണികളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആ പുണ്യരാവുകളെ വരവേൽക്കുവാൻ നമ്മൾ കാത്തിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന ആ പുണ്യമാസത്തിലെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കാൻ സാധ്യമായി തീരുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഏവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വാസികളായിക്കൊണ്ട് ഞങ്ങളോട് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, കൂട്ടുകാർ, അള്ളാഹുവെ അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിപ്പിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹുവെ, അവരുടെയും ഞങ്ങളുടെയും മുഴുവൻ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ സുന്ദരമായ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നു എന്ന കാരണത്താൽ, അള്ളാഹുവെ നിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നു എന്ന കാരണത്താൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തടവറകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരപരാധികളായ വിശ്വാസികളായ പ്രബോധകന്മാരായ ആളുകളുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും ഈമാനികമായ ക്ഷമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നു എന്ന കാരണത്താൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് പാവപ്പെട്ട നിരപരാധികളായ വിശ്വാസികളായ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും ശുഹദാക്കളുടെ പദവി നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവിടെ ബാക്കിയായ അവരുടെ മരണപ്പെട്ടു പോയ ആളുകളുടെ ബന്ധുക്കളായ ആളുകൾക്ക് അള്ളാഹുവെ നീ ഈമാനികമായ സബർ നൽകി ക്ഷമ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും നയിക്കപ്പെടുമ്പോൾ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.